ഇന്ന് രാത്രിയിൽ നമ്മളോട് ദൈവവചനം ശുശ്രൂഷിക്കാൻ വേണ്ടി നമ്മുടെ മധ്യത്തേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മാറ്റാമ്പുറം ദൈവസഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ സുനിൽ സക്കറിയ തുടർന്നുള്ള സമയങ്ങൾ ദൈവവചനം നമ്മളോട് സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ രണ്ടാമത്തെ രാത്രിയിൽ ഈ ഭവനത്തിൻ്റെ അങ്കണത്തിൽ നമുക്കിങ്ങനെ ഒത്തുകൂടുവാൻ കർത്താവ് തന്ന നല്ല അവസരങ്ങൾക്ക് വിശേഷാൽ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. എവർ ഗ്രേസ് മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ഫാസ്റ്റർ സ്റ്റീഫൻ നേതൃത്വം കൊടുക്കുന്ന ഈ സുവിശേഷ സംഘടനയോട് ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഇപ്പച്ചായൻ്റെ ഭവനത്തിൻ്റെ മുറ്റത്ത് വെച്ച് നേരത്തെ കാലേ കൂട്ടി ചെയ്ത ഈ സംവിധാനത്തിൻ്റെ കീഴിൽ നിസ്തുലനായ ദൈവത്തെ ഉയർത്താൻ ദൈവമൊരുക്കിയ എല്ലാ അവസരങ്ങൾക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുമ്പോൾ, വിശേഷാൽ ഈ മിനിസ്ട്രിയുടെ ചുക്കാൻ പിടിക്കുന്ന കർത്തൃദാസനോടും അവരുടെ ടീമംഗങ്ങളോടും വന്ദനം ചെയ്യുകയും ഈ സുവിശേഷ യോഗത്തിൻ്റെ വക്താക്കളായി ഇവിടെ വന്നുകൂടപ്പെട്ട സഹോദര സഭകളിലെ ശുശ്രൂഷകന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും സഹോദര സഭകളിലെ എല്ലാ ദൈവമക്കൾക്കും വിശേഷാൽ ഞാൻ ഈ രാത്രിയിൽ വന്ദനം പറയുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ, നല്ല സംവിധാനത്തിൽ, ഇതൊരു കൊച്ചു യോഗമല്ല, ഇത് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ചെയ്യുന്ന നല്ലൊരു യോഗമാണ്. ഞാൻ ആദ്യമായിട്ട് ഈ ആദ്യത്തെ യോഗത്തിൽ വന്നപ്പോൾ ഞാൻ ഓർത്തു ഇത് ചെറിയൊരു യോഗമല്ല, ഇത് വലിയ മഹായോഗം തന്നെയാണ്. കീബോർഡ് പ്ലേ ചെയ്യുന്ന ഗോഡ്വിൻ ഉൾപ്പെടെ അവൻ്റെ പിതാവും അല്ലേ മകനും ഒരു സ്റ്റേജിൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുക എന്ന് പറയുന്നത് അതിൽ പരം വേറൊരു ഭാഗ്യമില്ല. നമുക്ക് സന്തോഷമുണ്ടെങ്കിൽ കർത്താവിനെ സ്തുതിക്കാം. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ദൈവം നിനക്ക് തന്ന കഴിവുകൾ ലോകരാജ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കർത്താവ് കരങ്ങളിൽ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ നല്ല രീതികളിൽ ഗാനങ്ങൾ ആലപിച്ച ഞങ്ങളുടെ സഹോദരങ്ങൾ ഈ യോഗ നടപടികൾ വളരെ കൃത്യതയോടെ കൈകാര്യം ചെയ്യുന്ന പാസ്റ്റർ വർഗീസ്, എല്ലാവർക്കും വന്ദനം ചെയ്തുകൊണ്ട് തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം. അയ്യപ്പച്ചായൻ ചില നാളുകൾക്ക് മുൻപേ എന്നോട് പറഞ്ഞു, പാസ്റ്റർ എന്തായാലും പോകുകയല്ലേ, പോകുന്നതിന് മുമ്പേ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വെച്ച് ഒരു സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കണം. സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കുന്നത് ആദ്യമായിട്ടാണ്. സഭായോഗത്തിൽ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കുക അത്ര എളുപ്പമല്ല. അപ്പം നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കുറിക്കോലുകളൊക്കെ ആ വലിയ വിമർശനത്തിൻ്റെയും ചിന്താഗതിയുടെയും കുറിക്കോലുകളൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മൾ ഒരുമിച്ച് ദൈവവചനം നമുക്ക് ഈ ദേശത്തോട് പറയാം. ഇന്ന് കൺവെൻഷൻ വേദികളിൽ ഉപയോഗിക്കപ്പെടുന്ന അഭിഷക്തന്മാരുടെയൊക്കെ അതേ നിലവാരത്തിൽ ഈ എളിയവനെ നിങ്ങൾ കാണരുത്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് എൻ്റെ കൊച്ചു മനസ്സിൽ പരിശുദ്ധാത്മാവ് തന്ന ചില ചിന്തകൾ നിങ്ങളുമായിട്ട് കൈകാര്യം ചെയ്യാം. ഞാൻ നല്ലവരിൽ നല്ലവരായ ഈ വടക്കേച്ചിറയിലെ എല്ലാ ഭവനങ്ങളെയും വന്ദനം ചെയ്യുകയാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, നല്ല ഉച്ചഭാഷണികൾ അതിൻ്റെ സംവിധാനങ്ങളോടുകൂടെ ഈ ദേശത്തോട് സുവിശേഷം പങ്കുവയ്ക്കുമ്പോൾ ഇതുകൊണ്ട് എന്താ ലാഭമുള്ള എന്നൊരു ചോദ്യമുണ്ട്. ഒട്ടുമിക്കാലും ആൾക്കാരുടെ മനസ്സിൽ ഇതുകൊണ്ട് ലാഭമുണ്ട് എന്നൊരു ചിന്തയുണ്ട്. ഞങ്ങൾക്ക് ആകെക്കൂടെ കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് ഒരാത്മാവിൻ്റെ വിലയാണ്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞതവർക്കായി സ്തോത്രം. ലക്ഷങ്ങൾ മുടക്കിയാലും കിട്ടാത്ത ഒരു വലിയ ലാഭമാണ് ഒരാൾ ദൈവത്തെ കണ്ടാൽ.
അപ്പോൾ ഈ അയ്യപ്പച്ചായവിൻ്റെ ഈ ഭവനത്തിൻ്റെ അങ്കണത്തിൽ വെച്ച് ഈ നല്ല സംവിധാനത്തിലൂടെ ശബ്ദമൊക്കെ നല്ല ക്ലാരിറ്റിയോടെ സംവിധാനം ചെയ്ത് ഈ ദേശത്തോട് ഈ സത്യസുവിശേഷം പറയുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യം അറിയാം, ഇന്നല്ലെങ്കിൽ നാളുകളിൽ ആരുടെയെങ്കിലും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുക തന്നെ ചെയ്യും. ഇന്ന് മൈക്ക് പിടിച്ചിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന പലരും എവിടെയൊക്കെയോ കൊച്ചു കൊച്ചു യോഗങ്ങളിൽ പോയിരുന്നോ, ഏതെങ്കിലും പേപ്പർ തുണ്ടിൽ എഴുതപ്പെട്ട ക്രിസ്തീയ വചനങ്ങൾ വായിച്ചോ, ഏതോ ഒരു പാട്ട് കേട്ടോ, ഹൃദയത്തിൽ അതാഴമായി കുറിക്കൊണ്ടിട്ട് ഏതൊക്കെയോ സന്ദർഭങ്ങളിൽ കർത്താവിനെ അറിഞ്ഞു വന്നവരാണ്. ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു തുടങ്ങാൻ പോവുക. നമ്മളൊന്നും കണ്ട് കേട്ടു വന്നവരല്ല, കേട്ടവരും കണ്ടവരും അനുഭവിച്ചവരുമാണ്. ഞാനൊരു കാര്യം കൂടെ തുറന്നു പറയാം. എന്തുകൊണ്ടാണ് നമ്മുടെ കൂടെ നിൽക്കുന്നവരൊക്കെ മാറിപ്പോയിട്ടും സത്യവേദ പുസ്തകത്തെ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട്, അത് ശിരസ്സിലേറ്റിക്കൊണ്ട്, കരങ്ങളിലേറ്റിക്കൊണ്ട് ശക്തമായും ഇന്നും നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഒന്നും ഒരു ചെറിയ കാര്യമല്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പന്തലിൻ്റെ കീഴിലിരുന്ന് കർത്താവിനെ ശക്തിയോടെ സ്തുതിക്കണം. ഈ ലോകത്തിൽ ഏതൊക്കെ സംവിധാനങ്ങൾ നമുക്കുണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ ഒരു പരിധി വരെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം. അതിനേക്കാൾ ഉപരിയായി എൻ്റെ ആത്മാവിൻ്റെ നിത്യത എനിക്ക് കൈമുതലാക്കി തരാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ എന്നെ പിടിച്ച ദൈവത്തിന് 1000 നന്ദി പറയാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ്. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞു പോയാൽ സമയം ഓടിപ്പോവും. ഇപ്പോൾ തന്നെ 8:25 9 മണിയാകുമ്പോൾ ആശീർവാദം പറയണമെന്നായിരുന്നു ഞാൻ ചിന്തിച്ചത്. പക്ഷേ ഇത് പറഞ്ഞു വരുമ്പോൾ 10:30 പക്ഷെ മിക്കവാറും ആളുകളെല്ലാം എഴുന്നേറ്റ് പോകാൻ സാധ്യതകൾ കൂടുതലാണ്. എന്നോടുള്ള പിണക്കം കൊണ്ടല്ല, അവരെഴുന്നേറ്റ് പോകും. അതുകൊണ്ട് 9 മണിയാകുമ്പോഴെങ്കിലും നിർത്താൻ പരിശ്രമിക്കാം. പക്ഷേ ഞാൻ ഈ ദിവസങ്ങളെല്ലാം കൂടെ പഠിച്ച് എഴുതിക്കൊണ്ട് വന്ന ഒന്നും 9 മണിക്ക് തീരത്തില്ല. സ്വതന്ത്രം. പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ മാത്രം ദൈവമക്കളോട് പറയാം. നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം. അതിനാധാരമായി 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ ആരെങ്കിലും ഉച്ചഭാഷണിയിലൂടെ വായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വായിച്ചാൽ ഏറ്റവും ഉചിതമായിരിക്കും. എനിക്കും ഒരു സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ ഒരു കോട്ട്ലെസ് കൊടുത്താൽ വായിക്കുന്ന സഹോദരിമാരൊക്കെ ഇവിടെ ഉണ്ട്, അവരിത് വായിച്ചോളും. ആമേൻ. 1 കൊരിന്ത്യർ ലേഖനത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ചിന്തയുടെ ആധാരമായി നമുക്ക് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. ഭാഷ ബുദ്ധിമുട്ടാണോ? മതി. ആൻറ്റി വായിച്ചോളൂ, കുഴപ്പമില്ല. വായിച്ചോ ആൻറ്റി, കുഴപ്പമില്ല. ഞാൻ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വരിച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടാന്മാരത്തിൽ. ഇവിടെ ഇരിക്കുന്ന സദസ്സ് മുഴുവൻ ആ വാക്യം ഒന്ന് ഉച്ചരിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വരും അരിഷ്ടന്മാർ അത്രേ. നമ്മൾ ഈ കാലത്തെക്കുറിച്ചൊന്ന് അപഗ്രഹിച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഈ കാലത്തിൻ്റെ സംവിധാനങ്ങൾ നോക്കുക. ഇന്നുള്ള സംവിധാനങ്ങളെയൊക്കെ നമ്മളൊന്ന് ദീർഘവീക്ഷണം ചെയ്താൽ കണ്ണ് തള്ളുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ സംവിധാനങ്ങളിലൊക്കെ ഉള്ളത്. ദൈവത്തിൻ്റെ സ്തോത്രം. ശാസ്ത്ര സാങ്കേതിക നിലവാരങ്ങളിൽ ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സംവിധാനങ്ങളാണെന്ന് അല്ലേ? കണ്ടുപിടുത്തങ്ങൾ അത്ര നെറുകയിലാണ്. ഈ കാലത്തെക്കുറിച്ച് അപഗ്രഹിച്ച് പഠിക്കുന്ന ഏതു മനുഷ്യനും ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയല്ലോ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കാലം എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ കർത്തൃദാസൻ, മുഖ്യ കാർമ്മികൻ വചനം ശുശ്രൂഷിക്കുന്ന സമയത്ത് ഒരു പദം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു. ജാപ്പനീസ് വനിതയായ ഒരു കാന എന്ന് പറയുന്നൊരു സഹോദരി ഒരു ചെറുക്കനെ പ്രേമിച്ചു. ഇന്നത് കൂടുതലാണല്ലോ, പ്രേമം കൂടുതലാണ്. നിശബ്ദമാണല്ലോ ഇവിടെ. കാന എന്ന് പറയുന്നൊരു സഹോദരി ഒരു വ്യക്തിയെ സ്നേഹിച്ചു. ഒരു സമയത്ത് നമ്മുടെ ഇന്നത്തെ നല്ല ചെറുപ്പക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ അവൻ തേച്ചേച്ച് പോയി. അങ്ങനെയാണ് ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഭാഷ, തേച്ചേച്ച് പോയി. ആ ഒരു വല്ല ഇങ്ങനെ ചെയ്തു പോലും എഐയുടെ സംവിധാനത്തോടു കൂടെ നല്ല ഒരു മണവാളനെ ഉണ്ടാക്കിയെന്ന് ആ ജാപ്പനീസ് വനിത. ദൈവത്തിൻ്റെ സ്തോത്രം. ആ മനുഷ്യനെ ഈ കാന എന്ന് പറയുന്ന സഹോദരി സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു. എഐയുടെ സംവിധാനം അതിനെ തോൽപ്പിച്ച് ചൈനയിൽ ഒരു നല്ല സഹോദരിയെ
അവരുണ്ടാക്കി എന്നാണ്. കോടികൾ മുടക്കി AI സംവിധാനത്തോടു കൂടെ ഒരു സഹോദരിയെ ഉണ്ടാക്കി. അങ്ങനെയുള്ളൊരു AI കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനൊരു 10-20 വർഷത്തെ പുറകോട്ട് ചിന്തിച്ചപ്പോൾ ഇന്നത്തെ കാലത്തിൻ്റെ സംവിധാനമെല്ലാം കൊണ്ട് നോക്കിയപ്പോൾ നമ്മളൊക്കെ എവിടെ വന്ന് നിൽക്കുകയാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രിയിൽ ഒരു സന്ദേശം പറയാൻ എനിക്ക് ഭയങ്കര നിയോഗമുണ്ട്. AI എത്ര വളർന്നാലും ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വിലയെ AIക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. പക്ഷേ കാലങ്ങൾക്ക് മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് വേദപുസ്തകത്തിൽ എഴുതി വെച്ചു, സർവ്വലോകത്തെക്കാൾ വിലയുള്ള ഒരു സംവിധാനമാണ് മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത്, മനുഷ്യൻ്റെ അകത്ത് ആത്മാവെന്ന് സംവിധാനം ഒരുക്കി വച്ചിരിക്കുന്നതെങ്കിൽ കാലത്തിൻ്റെ സമ്പൂർണതയിൽ കന്യകയിൽ ഉരുവായിട്ട് മണ്ണിൽ വന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇവിടുത്തെ ഏതെങ്കിലും സംവിധാനങ്ങളിലൂടെ കടന്നുപോയി എന്തെങ്കിലും നേടിയെടുക്കാനല്ല എനിക്ക് ആഗ്രഹം. എനിക്കെൻ്റെ മനുഷ്യൻ, ഞാൻ സൃഷ്ടിച്ച മനുഷ്യൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിനെ എനിക്ക് വിലയ്ക്ക് വാങ്ങണം. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഇച്ചിരി ആവേശത്തോടെ പോകാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ ഒരുപാട് സമയം ആകുന്നത് കൊണ്ട്. ഈ കാലത്തെക്കുറിച്ച് ഏറ്റവും സുപരിചിതമായ കുറേയേറെ കാര്യങ്ങളുണ്ട്. വായനയിൽ കൂടുതൽ സമയം ചെലവഴിക്കാതെ എൻ്റെ ചിന്തയിലൂടെ വന്ന ചില കാര്യങ്ങൾ ഓടിച്ച് ഞാൻ പറയാം. ഈ കാലത്തെക്കുറിച്ച് എന്താണ് വേദപുസ്തകം പറയുന്നത്? ഇത് അന്ത്യകാലമാണ്, ഇത് ദുർഘട സമയമാണ്. തിമോഥെയോസിന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ 2 തിമോഥെയോസിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ തുടങ്ങുന്നതാണ്. ഇത് അന്ത്യകാലമാണ്, ഇത് ദുർഘട സമയമാണ്, അന്ത്യകാലമാണ്, ദുർഘട സമയമാണ്. എങ്ങനെയാണ് നമുക്കത് അറിയുക? ഒന്നും വേറെ പുസ്തകങ്ങളൊന്നും വായിക്കണ്ട. അതിൻ്റെ 2-ാമത്തെ വാക്യം മുതൽ സവിസ്തരം വായിച്ചു വന്നാൽ ഇന്നത്തെ കാലത്തെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. മനുഷ്യർ സ്വസ്നേഹികൾ, വമ്പ് പറയുന്നവർ, ദ്രവ്യാഗ്രഹികൾ, അഹങ്കാരികൾ, ദുഷ്യകന്മാർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, നന്ദി കെട്ടവർ, അശുദ്ധർ, വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ, ഏഷണിക്കാർ, അജിതേന്ദ്രിയന്മാർ, ഉഗ്രക്കാർ, സൽഗുണദോഷികൾ, ദ്രോഹികൾ, ധാർഷ്ട്യക്കാർ, നിഗളികൾ, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷത്തെ ധരിച്ചുകൊണ്ട് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരായി ഇങ്ങനെയുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെന്നുകൂടെ നമ്മൾ തിരിച്ചറിയണം. AI സംവിധാനങ്ങൾ ശക്തമായ ഒരു സൈഡിൽ വളരുമ്പോഴും വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു അന്ത്യകാലമാണ്, ഇതൊരു ദുർഘട സമയമാണ്. മനുഷ്യൻ സ്വസ്നേഹികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്, മനുഷ്യൻ വമ്പ് പറയുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ മാധ്യമങ്ങളൊക്കെ തുറന്നു നോക്കിയാൽ വേഗത്തിൽ അടയ്ക്കത്തക്ക നിലകളിലുള്ള ഓരോ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. എന്തിനു പറയുന്നു? രാവിലെ മനോരമ പേപ്പർ ഇടുന്നയാൾ വീട്ടിലേക്കിടുമ്പോൾ ആവേശത്തോടെ ചെന്നുകൊണ്ട് അത് തുറന്നിട്ട് വായിക്കുമ്പോൾ ആമി സങ്കടക്കടലിലാക്കുന്ന യാഥാർത്ഥ്യങ്ങളല്ലേ? എന്താ? സ്വന്തം ഭാര്യ ഭർത്താവിനെ കുത്തിക്കൊല്ലുന്നു, സ്വന്തം ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊല്ലുന്നു, മക്കൾ, സ്നേഹിച്ചു വളർത്ത മക്കൾ അപ്പനമ്മമാരെ കുത്തിക്കൊല്ലുന്നു. എന്തിനു പറയുന്നു? കുലപാതകങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയല്ലേ? ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുകയാണ്, ഈ ആയുസ്സിൽ ദൈവത്തെ അറിയാൻ എനിക്ക് ഭാഗ്യം തന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണെന്ന് വിശ്വസിക്കുന്നവർ, ഇവിടെ ഇരിക്കുന്നവരും അങ്ങ് അറ്റത്തിരിക്കുന്നവരും തലയ്ക്ക് മുകളിൽ കൈ ഉയർത്തിയിട്ട് ദൈവത്തിനൊരു ഹല്ലേലൂയ പറഞ്ഞിട്ട് പറ, ഈ ആയുസ്സിൽ എനിക്ക് ദൈവത്തെ അറിയാനും നിത്യരാജ്യത്തെ കുറിച്ചുള്ള നല്ല അവബോധം എൻ്റെ ഹൃദയത്തിൽ തരാനും കർത്താവ് എന്നോട് കാണിച്ച മഹാ കരുണയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ വേദപുസ്തകത്തിലേക്ക് വേഗത്തിൽ വരികയാണ്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഞാനും ഒരു സുവിശേഷകൻ എന്ന നിലയിൽ നിങ്ങളെ ഞാൻ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്യും. അതാണ് ഒരു സുവിശേഷ യോഗത്തിൻ്റെ ഏറ്റവും വലിയ സ്തോത്രം, അല്ലേ? പണ്ടൊക്കെ നമ്മൾ പാസ്റ്റർമാർ പറഞ്ഞിട്ട് രോഗികൾ മുൻപോട്ട് പോയി. ഇന്ന് വിളിക്കാൻ പറ്റിയില്ല, വരുന്നത് മൊത്തം രോഗികളാണ്. സ്തോത്രം. നിൽക്കുന്നവനും രോഗി, വരുന്നവനും രോഗി, ആകെ പ്രശ്നമാണ്. എന്തായാലും വേണ്ടില്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ ശുശ്രൂഷ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയുള്ളൂ. ഇത് നിങ്ങൾ ചിന്തിക്കുക, ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും നമ്മൾ
അരിഷ്ടന്മാർ. അരിഷ്ടൻ എന്നുള്ള പദത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥം നിർഭാഗ്യവന്മാർ എന്നാണ്. നിർഭാഗ്യവാൻ എന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത്. അരിവാൻ എന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഭാഗ്യവാൻ എന്ന് ഉച്ചരിക്കുന്ന ഒരുപാട് പദങ്ങളുണ്ട്. യഹോവയിൽ ആശ്രയിക്കുകയും, എന്നോട് കൂടെ അറിയാവുന്നവർ വായ തുറന്ന് സംസാരിക്കണം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നൊക്കെയാണ് നമ്മുടെ വേദപുസ്തകത്തിൽ വായിക്കുന്നത്, അല്ലേ? എന്നേക്കും കുലുങ്ങാതെ നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ആയുസ്സിൽ മാത്രം, ഈ ലോകത്തിൽ മാത്രം കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പിടിക്കുക അല്ല എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ ജഡത്തിൽ വസിച്ചുകൊണ്ട്, ഈ ആയുസ്സിൽ ജീവിച്ചുകൊണ്ട്, കൃത്യമായും ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, എങ്ങനെയെങ്കിലും പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ എനിക്ക് എത്തിച്ചേരണമെന്നാണ് എൻ്റെ ആത്യന്തിക ലക്ഷ്യം. അതിനോട് യോജിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തെ ഒരിക്കലൂടെ സ്തുതിക്കാം. കൊരിന്ത്യർ ലേഖനത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ പഠനക്രമം ഏറ്റവും അത്യുത്തമമായ പഠനക്രമമാണ്. ഇത് കൂടുതലും വായിക്കുന്നത് മരണവീട്ടിലാണ്. മരണവീട്ടിൽ വായിക്കുമ്പോൾ മരണത്തോട് ബന്ധപ്പെട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നു എന്നൊരു പദം അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറൊരു ജീവിതമുണ്ടെന്ന് അതിനർത്ഥമുണ്ട്. ഇവിടം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തുടക്കം മുതൽ നാം ചിന്തിച്ചു പഠിച്ചു വന്നാൽ വർഷങ്ങൾ കുറേ ഏറെയാണ് ആയുസ്സുകൾ പറയുന്നത്. പക്ഷേ പറഞ്ഞു വന്നിട്ട് 90-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ കാലത്തിലെ ആയുസ് പറയുന്നുണ്ട് 70, ഏറെയായാൽ 80. അത് ദുഃഖമാണ്. അതിൻ്റെ പ്രതാപമുണ്ട്, പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്. അത് വേഗം തീരുന്നതാണ്. പക്ഷെ ഒരു കാര്യം ദൈവമക്കൾ അറിയണം, അത് വേഗം തീർന്നാൽ പിന്നെ നമ്മൾ എവിടെയാണ്? ഇയ്യോബിൻ്റെ ഒരു പ്രസക്തമായൊരു പദമുണ്ട് 14-ാം അധ്യായത്തിൽ. അതിൽ പറയുന്നൊരു ഭാഗമുണ്ട്, ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അതിന് ഇടം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു വന്നൊരു കാര്യമുണ്ട്. മനുഷ്യൻ മരിച്ചാൽ പിന്നെ അവൻ എവിടെ? അവൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ഈ പന്തലിൻ്റെ കീഴിൽ വെച്ച് ഈ ദേശത്തോടും നിങ്ങളോടും എന്നോടും ചോദിക്കുകയാണ്. മനുഷ്യൻ മരിച്ചാൽ ഉണ്ടോ? മരണത്തിനപ്പുറത്ത് ഒരു രാജ്യമുണ്ടോ? ആ രാജ്യത്തിലേക്കാണോ നമ്മുടെ ലക്ഷ്യം? എന്താണ് നമ്മുടെ ലക്ഷ്യം? ഇവിടെ എന്തെങ്കിലും വെട്ടിപ്പിടിച്ചുകൊണ്ട്, സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, ബിസിനസ്സുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, വീടുകൾ വെച്ചുകൊണ്ട്, കാറുകൾ വാങ്ങിക്കൊണ്ട് ലോകത്തിൽ മാന്യനായി നടക്കാൻ വേണ്ടിയാണോ നമ്മുടെ ലക്ഷ്യമല്ല? നമുക്കിതൊന്നും വേണ്ട എന്ന് നമ്മൾ പറയുന്നില്ല, അതൊക്കെ വേണം. അക്ഷരാർത്ഥത്തിൽ നമുക്ക് അർഹിക്കപ്പെട്ടതെല്ലാം വേണമെങ്കിലും വേണ്ടിയ ഒരു കാര്യമുണ്ട്. ഈ ആയുസ്സിൽ മാത്രം കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഈ ലോകത്തിലെ എന്തെങ്കിലും വാങ്ങിക്കൂട്ടി ഇവിടെ അടിച്ചു പൊളിച്ച് തിമിർത്ത് ജീവിക്കാനല്ല. സ്വർഗരാജ്യമെന്ന ആ നിത്യതയെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. എന്നിരാരെല്ലാം ദൈവമക്കളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ കരമടിച്ചൊരു ഹല്ലേലൂയ നിങ്ങൾ പറയണം. എന്തിനാണെന്നറിയാമോ? ഇതിന് ഭാഗ്യം ലഭിക്കാത്ത കുറേയേറെ പേർ ഈ ലോകത്തിൽ നിൽപ്പുണ്ട്. അവരെ കൂടെ ഇതിനകത്ത് കൊണ്ടുവരണമെന്നാണ് ഈ ഉച്ചഭാഷണിയുടെ ശബ്ദങ്ങൾ കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിലും അവർക്കത് കഴിഞ്ഞില്ലെങ്കിലും ഇതിനകത്തിരിക്കുന്ന സകല എണ്ണത്തിനും അത് കഴിയണമെന്നാണ് ഞങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യം. ഇതിനകത്തൊക്കെ ഇരുന്ന് അന്യഭാഷ പറയാൻ പറ്റുന്നവരൊക്കെ അന്യഭാഷ പറയണം കേട്ടോ. ചുമ്മാതെ ഇരുന്ന് ഇങ്ങനെ അന്തം വിട്ടിരുന്ന് ഈ പാസ്റ്റർ എന്തൊക്കെയാ പറഞ്ഞു പിടിപ്പിക്കുന്നതെന്ന് ചിന്തിക്കാതെ ഒരു ദൈവനാമത്തെ ഉയർത്തുന്ന സ്വോത്രമൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ ശക്തി ഇവിടെയൊക്കെ ഇറങ്ങും കേട്ടോ. ഇന്ന് രാത്രി ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ പറയുന്നത് കിഴവിക്കഥയല്ലാത്തത് കൊണ്ടും, ഇത് ക്രിസ്തുവിൻ്റെ വചനമായതുകൊണ്ടും, ഇത് ജീവിപ്പിക്കുന്ന വചനമായതുകൊണ്ടും, ഇത് പാറയെ തകർക്കുന്ന ചുറ്റികയായതുകൊണ്ടും, ഇത് ശക്തിയുക്ത വചനമായതുകൊണ്ടും, ഇതിനകത്ത് പറയുമ്പോൾ വടക്കേച്ചിറയിലും പൂമലയിലും യേശുവിൻ്റെ നാമത്തിൽ ഇത് മാറ്റാമ്പുറത്തും ഇത് പൂളാക്കലും ഈ വചനത്തിൻ്റെ ശക്തി ചെന്നിട്ട് ഹൃദയങ്ങൾക്കകത്തേക്ക് ഇടിച്ചു കയറി സ്തോത്രം അനുവാദത്തോടെ അകത്തേക്ക് കയറി അകത്ത് വസിക്കുന്ന ആത്മാവിനെ നിത്യതയിലേക്ക് കൊണ്ടു ചെല്ലിക്കാൻ ഈ വചനത്തിന് അത്ര ശക്തിയുള്ളതാണ്. ഇതൊരു പൊതുയോഗമായതുകൊണ്ടും ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് കൈകാര്യങ്ങൾ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഈ ആയുസ്സിൽ മാത്രം ആശ വെച്ചിട്ട് കാര്യമില്ല, നമുക്കപ്പുറത്തൊരു ജീവിതമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കൊരിന്ത്യർ ലേഖനം ചമയ്ക്കുമ്പോൾ പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 15-ാമത്തെ അധ്യായം ചമയ്ക്കുമ്പോൾ അതിനകത്ത് ശാസ്ത്രങ്ങളെക്കുറിച്ച് വ്യക്തമായി തെളിയിച്ചിട്ടുണ്ട്. സ്തോത്രം. അതിൻ്റെ 35-ാമത്തെ വാക്യം മുതൽ 42-ാമത്തെ വാക്യം
അല്ലെങ്കിൽ 41 വാക്യം വരെ 4 ശാസ്ത്രങ്ങളെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. സസ്യശാസ്ത്രത്തെക്കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്, ജന്തുശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വാനശാസ്ത്രത്തെക്കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. സസ്യശാസ്ത്രവും ജന്തുശാസ്ത്രവും വാനശാസ്ത്രവും ഒക്കെ പറഞ്ഞു വന്നേച്ച് ഒടുവിലൊരു ശാസ്ത്രം പറയുന്നുണ്ട്, അതാണ് മനുഷ്യശാസ്ത്രം. എന്താണ് സസ്യശാസ്ത്രം? മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ അത് ജീവിക്കുന്നില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കേട്ടോ, ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് എൻ്റെ ആദരങ്ങളിലൂടെ പൊഴിഞ്ഞു വീഴുന്ന വാക്കിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഞാൻ അത്ര ഘനഗംഭീര്യത്തോടും അത്ര ആത്മവിശ്വാസത്തോടും കൂടിയാണ് ഈ ഫുൾപിറ്റിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങൾക്ക് വേണ്ടിയും ഈ ദേശത്തിന് വേണ്ടിയും തരുന്നത്. എന്താണ് സസ്യശാസ്ത്രം? മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല. നോക്കുക, ഒരു വിത്തിനോട് ഉപമിക്കുകയാണ് സസ്യശാസ്ത്രം. അടുത്തത് നിങ്ങൾക്കറിയാമോ, അതൊരു ജന്തുശാസ്ത്രമാണ്. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, മനുഷ്യന്റെ ശരീരം വേറെ, മത്സ്യത്തിന്റെ ശരീരം വേറെ, പിന്നെ അവിടെ പറയുന്നുണ്ട് പക്ഷികളുടെ ശരീരം വേറെ, ജന്തുക്കളുടെ മൃഗങ്ങളുടെ ശരീരം വേറെ. അപ്പോൾ ഒരു ജന്തുശാസ്ത്രം അതിനകത്ത് പറയുന്നുണ്ട്. അടുത്തത് ഒരു വാനശാസ്ത്രം അതിനകത്ത് പറയുന്നുണ്ട്. എന്താണ് വാനശാസ്ത്രം? ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. വാനശാസ്ത്രം. 3 ശാസ്ത്രങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് ചുരുക്കവാചകത്തിൽ പൗലോസ് എഴുതി ചമച്ചേച്ച് ഒടുവിൽ പറയുന്നൊരു പദം കണ്ടോ? ഒടുവിൽ പറയുന്നൊരു പദം, ആ പദം കേൾക്കണോ? ഒരു പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ഒരാത്മശരീരമുണ്ട്. മനുഷ്യ, ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു സന്ദേശമുണ്ട്. ഈ ജഡമുണ്ടെങ്കിൽ ഇതിനകത്തൊരു ആത്മശരീരമുണ്ട്. ഇതിനാണ് നീ ഇന്ന് രാത്രി വില കൊടുക്കേണ്ടത്. ഈ സ്റ്റീഫൻ ബാസ് ഇത്രയും അധ്വാനിച്ച് ഈ കുഞ്ഞുങ്ങളെ വിളിച്ചോണ്ട് വന്ന് പ്രൊഫഷണലായിട്ട് കീബോർഡും തബലകളും ഒക്കെ കൈകാര്യം ചെയ്യുന്നവരെ ഈ കൊച്ചു യോഗത്തിൽ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ സംവിധാനത്തിൽ കാര്യങ്ങളെ ഉച്ചഭാഷണിയിലൂടെ കൈകാര്യം ചെയ്തതിന്റെ കാരണം എന്തെന്നറിയാമോ? ഈ ഭക്തന് മനസ്സിലായി, ജഡമല്ല, അകത്ത് വസിക്കുന്ന ഒരു ആത്മാവുണ്ട്. ജയം. പറ്റുന്നവരൊക്കെ കര ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ആരാധിക്കാൻ പറ്റുമെങ്കിൽ ആരാധിക്കുക. ഇന്ന് രാത്രി എനിക്ക് ദേശത്തോട് വിളിച്ചു പറയാൻ ഒരു കാര്യമുണ്ട്. ഈ ജഡത്തിൽ വസിച്ച് 80 വയസ്സ് വരെ ജീവിച്ച്, വേണ്ട 100 വയസ്സ് വരെ ജീവിച്ച്, 110 വരെ ജീവിച്ച്, അങ്ങനെയൊക്കെ ജീവിച്ച ഭാഗ്യം. നമ്മളൊന്നും അത്രത്തോളം പോവുകയല്ലെന്നുള്ളത് ഉറപ്പാണ്. ഞാൻ അത്രത്തോളം പോവുകയല്ല. നമ്മുടെ ശരീരം എപ്പോഴേ പ്രശ്നങ്ങളായി. എന്തായാലും 110 വയസ്സ് വരെ ജീവിച്ച് ഇവിടെ നല്ലവണ്ണം തിമിർത്താടി ആഡംബരമായി ജീവിച്ചേച്ച് സ്തോത്രം. ആത്മാവിന് ഭദ്രമേറിയൊരു ക്രമീകരണം ജീവിതായുസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ജീവിതം പരാജയപ്പെട്ടതാണ്. ഇന്ന് രാത്രിയിൽ പരാജയപ്പെടാത്തവരുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. ഇതൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഇടയിലേക്ക് തരണമല്ലോ. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകളെ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. കൊരിന്ത്യർ ലേഖനത്തെ അങ്ങനെ നമുക്ക് സവിസ്തരമായി പഠിക്കാം. അങ്ങനെ പഠിച്ചു വരുമ്പോഴാണ് 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, ക്രിസ്തുവിൽ നിദ്ര കൊണ്ടുവരും നശിച്ചുപോയി, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിനുള്ള പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടമാണ്. അപ്പൊ കൊരിന്ത്യ ലേഖനത്തെ കുറിച്ച് ചിലൊന്ന് പഠിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. കൊരിന്ത് പട്ടണം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട പട്ടണങ്ങളുണ്ട്. ബോംബെ പോലെ, ഡൽഹി പോലെ, അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉയർന്ന നിലകളിൽ ജീവിക്കുന്ന നഗരങ്ങളുണ്ട്. അതുപോലെ ഏറ്റവും പ്രാചീനമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു പട്ടണമാണ് കൊരിന്തെന്ന് പറയുന്നത്. എല്ലാ നിലകളിലും എന്തുകൊണ്ടും ഉയർന്നു നിൽക്കുന്ന, ഉച്ചസ്ഥായി നിൽക്കുന്ന ആ കൊരിന്ത് പട്ടണത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അതിനകത്ത് പ്രസക്തമായൊരു പദം ഞാൻ പറയാം. ഈ കൊരിന്ത് പട്ടണത്തിലേക്ക് പൗലോസ് എന്ന് പറയുന്ന അഭിഷക്തനായ മനുഷ്യൻ, എനിക്ക് പൗലോസിനെ കുറിച്ച് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും എവിടെയും പ്രസംഗിക്കുമ്പോൾ അവൻ പറയുന്നൊരു ഭാഗമുണ്ട്, നിങ്ങളെക്കാളൊക്കെ എനിക്ക് പ്രശംസിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലേഖനങ്ങളിലാണത് കൂടുതലും പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിൽ അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഫിലിപ്പി ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ. സ്തോത്രം. ഈ വയർക്കുന്നത് വെട്ടി പേടിച്ച് വയർക്കുകയല്ല, ഇതിൻ്റെ ചൂട് അത്ര സംഭവം. നിങ്ങൾ ഓർക്കും പുള്ളി പേടിച്ച് വയർത്ത്. ഇതൊക്കെ ലൈവ് സ്ട്രീം ഉള്ളത് കൊണ്ട് കുറേ വാക്കുകളൊക്കെ ഞാനങ്ങ് കട്ട് ചെയ്യുക. ദൈവത്തിൻ്റെ മഹത്വം കര ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക.
KJ തോമസ് പാഷ പറഞ്ഞ പോലെ വേർത്താലും വേണ്ടില്ല, പ്രസംഗിച്ചേ ഇരിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ, ഇങ്ങനെയുള്ള പ്രമാദമായ കൊരിന്തിലേക്ക് പൗലോസിനെ അയക്കുക. സാധാരണപ്പെട്ട മനുഷ്യനൊന്നുമല്ല, സമ്പന്നനായ മനുഷ്യൻ. ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് നയപ്രമാണം അരച്ചു കലക്കി കുടിച്ച മനുഷ്യൻ. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഉച്ചസ്ഥായിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് വലിയൊരു പ്രകാശം അവൻ്റെ മുഖത്തെ കടിച്ചപ്പോൾ കണ്ണിൻ്റെ കാഴ്ച പോയി. അവിടെ കുത്തിയിരുന്ന് അനന്യാസിനെ വിളിച്ചു വരുത്തി. അനന്യാസ് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ മൂന്നാമത്തെ ദിവസം ഉള്ളിൻ്റെ ഉള്ളിലെ കണ്ണ് തുറന്ന്. എനിക്ക് ഭയങ്കര സന്തോഷം ആ വാക്യം വായിക്കുമ്പോൾ. പുറമേ ഉള്ള കണ്ണ് അടഞ്ഞു പോയാൽ എന്താ, അകത്തുള്ള കണ്ണ് പൗലോസിൻ്റെ തുറന്നല്ലോ. ഞാനൊരു ചിന്തയും ദൂതും നിങ്ങളോട് പറയാം. എന്താ ദൂതെന്ന് കേൾക്കണം. പുറത്തിച്ചിരി പ്രഷർ വന്നാലും, പുറത്തിച്ചിരി പ്രശ്നം ഉണ്ടായാലും, അകത്ത് കാണേണ്ടവനെ കാണാൻ ആ പ്രശ്നം വഴിതെളിച്ചെങ്കിൽ ഞാനും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ദൈവത്തിന് ഞാൻ മഹത്വം അർപ്പിക്കുകയാണ്. ഒന്നുകൂടെ ഞാൻ ആ പദം പറയാം. പുറത്തെ കണ്ണുകൾ അടയപ്പെട്ടവനായി ദമസ്കോസിലെ വലിയ പ്രകാശത്തെ വീശിച്ചുകൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് അത് അടിച്ചപ്പോൾ വല്ലാത്തൊരു പരുവക്കേടിലായി ആ മനുഷ്യൻ നിൽക്കുമ്പോൾ ആ മനുഷ്യനോട് പറഞ്ഞു, ഈ കണ്ണിൻ്റെ കാഴ്ച പോയത് എന്തിനെന്നറിയാമോ? നിന്റെ അകത്തെ ഒരു കണ്ണ് തുറന്നിട്ട് കൊരിന്ത് പോലെയുള്ള പട്ടണങ്ങളിൽ നിന്നെ ഈ ആയുസ്സിൽ അയച്ചേച്ച്, ദൈവത്തിന് സ്തോത്രം, ക്രിസ്തുവിങ്കലേക്ക് ഒരു കൂട്ടം ജനത്തെ നടത്താനാ നിന്റെ പുറത്തെ കണ്ണ് ഞാൻ അടച്ചത് കേട്ടോ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ അഭിമാനത്തോട് സ്തോത്രം പറയണം. പാരമ്പര്യത്തെ വിട്ടിട്ട്, സ്ട്രാറ്റജി വിട്ടിട്ട്, എല്ലാ സംവിധാനങ്ങളെയും വിട്ടിട്ട് ഒന്നുമില്ലാത്തടത്ത് കയറി കൈകൊട്ടാനും പാടാനും ആരാധിക്കാനും കയറിയപ്പോ സകല മനുഷ്യരും നിന്നോട് പറഞ്ഞില്ല, മൂടൻ പൊട്ടൻ. ഹല്ലേലൂയ. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലേക്ക് വരുന്നത് കൊണ്ട് ഞാൻ ഈ ഭാഗം അവിടെ നിർത്തുകയാണ്. എല്ലാവരും കളിയാക്കിയെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കത്തിപ്പടർന്ന ആ ദൈവിക വെളിച്ചത്തിൻ്റെ പടർച്ചകൾ ഉള്ളിലുള്ള കണ്ണുകളെ തുറന്നിട്ട് യേശുക്രിസ്തുവിനെ കാണാൻ തുടങ്ങിയപ്പോൾ പൗലോസ് പറഞ്ഞു, നിന്ദകൾ എനിക്ക് പ്രശ്നമല്ല, അപമാനങ്ങൾ എനിക്ക് പ്രശ്നമല്ല, വേദനകൾ എനിക്ക് പ്രശ്നമല്ല, ശരീരത്തിൻ്റെ രോഗങ്ങൾ എനിക്ക് പ്രശ്നമല്ല. 3 വട്ടം പ്രാർത്ഥിച്ചിട്ടും മാറാത്ത പ്രശ്നം അവനുണ്ട്. പ്രശ്നങ്ങൾ എനിക്കൊരു വലിയ ബാധകമല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ ഉള്ളിൽ കത്തിപ്പടർന്ന തീജാല പോലെയുള്ള യേശുക്രിസ്തുവിന്റെ സത്യവെളിച്ചത്തെ കൊരിന്തിലല്ല, തെസ്സലോനിക്കയിലല്ല, സ്തോത്രം, ബെരോവയിലല്ല, എവിടെയും ഞാൻ പറയാൻ തൻ്റെ ഇടമുള്ളവനാണ്. ഹല്ലേലൂയ. അങ്ങനെയാണ് കൊരിന്തിലേക്ക് പൗലോസ് പോകുന്നത്. കൊരിന്തിലേക്ക് ചെല്ലുമ്പോൾ പൗലോസിനെ കൊരിന്തിലേക്ക് അയച്ചു. പൗലോസിലൂടെ സുവിശേഷം അവിടെ പറഞ്ഞു. സുവിശേഷത്തിലൂടെ ദൈവശക്തി വ്യാപരിച്ചു. ദൈവശക്തി വ്യാപരിച്ചപ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന കുറേ പേരിറങ്ങി. ഒരു സ്വതന്ത്രം പറഞ്ഞുതരാം കേട്ടോ. എങ്ങനെ ഇറങ്ങിയെന്ന് എഴുതിയിരിക്കുന്നത്? ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ കുറച്ചു പേരെ. ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, കുറച്ചു പേരെ ഉള്ളെങ്കിലും ഒരു വലിയ ദൈവശക്തി നമ്മളിലുണ്ട്. ഇന്നത്തെ സഭായോഗത്തിൽ സ്റ്റീഫൻ പാസ്റ്റർ ഞാൻ പ്രസംഗിച്ച പ്രസംഗത്തിനകത്ത് ഇങ്ങനെ പറഞ്ഞു. 83-ാം സങ്കീർത്തനത്തിൻ്റെ പ്രഥമ വാക്യമാണ്, യഹോവേ നീ മിണ്ടാതിരിക്കരുത്, മൗനമായും സ്വസ്ഥമായും ഇരിക്കരുത്. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ നിന്നെ കാണുന്നവരൊക്കെ പരിഹസിക്കുന്നെങ്കിലും അപമാനിക്കുന്നെങ്കിലും ഒക്കെ ഒരു കാര്യം നീ ഓർത്തോണം, നിന്നെ പരിഹസിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാകാത്തൊരു ദൈവശക്തി നമ്മുടെ മേലുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. ആരോടോ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പന്തലിൻ്റെ കീഴിലുള്ള ആരോടോ പരിശുദ്ധാത്മാ പറയുന്നു, നിന്നെ ഒറ്റപ്പെടുത്തിയ സാഹചര്യങ്ങളിലും, നിന്നെ വിടക്കം തണ്ടിയ സാഹചര്യത്തിലും, നിന്നെ നിന്ദിച്ച് അപമാനപ്പെടുത്തിയ സാഹചര്യത്തിലും, ഒറ്റപ്പെടുത്തിയ സാഹചര്യത്തിലും എന്ത് ചെയ്യണമെന്നറിയാതെ ഹൃദയത്തിൻ്റെ തിങ്ങുന്ന വേദനകളുമായി ഈ സുവിശേഷ മഹായോഗത്തിൽ ഇരിക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാ പറയുകയാണ്, എല്ലാ പ്രശ്നങ്ങളും നിനക്കുണ്ടെങ്കിലും നിന്റെ അകത്ത് വസിക്കുന്ന ദൈവശക്തി ചെറുതല്ല. ആരാധിക്കാൻ പറ്റുമെങ്കിൽ ആരാധിക്ക്, സ്തുതിക്കാൻ പറ്റുമെങ്കിൽ സ്തുതിക്ക്, അന്യഭാഷ പറയാൻ പറ്റുമെങ്കിൽ അന്യഭാഷ പറ. അയ്യപ്പച്ചായ, ഈ ദേശത്ത് ഇതൊരു മെഗാ കൺവെൻഷനാണ് കേട്ടോ. ഞാനൊരു കാര്യം കൂടെ തുറന്നു പറയാം. ഞാൻ സ്റ്റീഫൻ പാസ്റ്ററോട് ഒരു ചോദ്യം ചോദിക്കുക, എന്തിനാ സുവിശേഷം മഹായോഗം എന്നെഴുതി? ഇവിടെ എന്തൊരു മഹായോഗം? ആകെ 100-ൽ അധികം ആൾക്കാരില്ല. എൻ്റെ ദൈവമേ, ഇന്ന് പകൽ ഞാനത് സഭയെ പറഞ്ഞപ്പോൾ അവരെല്ലാം നൃത്തം ചെയ്ത് ആരാധിച്ചു. എല്ലാ യോഗത്തിനും കൊടുക്കുന്ന പേരാണ് ഈ മഹാ അങ്ങ് മാറ്റിയാൽ എന്നാ.
നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് യോഗമാകത്തില്ലേ? ഈ മഹാ കൊടുത്തത് എഴുത്തുകാരന് തെറ്റുപറ്റി കൊടുത്തതൊന്നുമല്ല. ഈ മഹാ കൊടുത്തത് വേദപുസ്തകത്തിനൊരു പദമുണ്ട്, ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ. അപ്പം ഞാൻ ചിന്തിച്ചു പോയത് 100 പേരെ ഉള്ളെങ്കിലും ഇതിനകത്ത് മഹാനായ ഒരു വ്യക്തി വന്നിട്ടുണ്ട്. അത് ഞാനല്ല, സ്റ്റീഫൻ പാസ്റ്റർ അല്ല, ഇവിടുത്തെ ഏതെങ്കിലും പാസ്റ്റർമാരല്ല, ഇവിടുത്തെ വിശ്വാസികളല്ല, അഖിലാണ്ടത്തിന്റെ ഉടയവൻ. ഇന്നലെ രാത്രി പറഞ്ഞൊരു കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. സകലത്തിൻ്റെയും ലാക്കും സകലത്തിൻ്റെയും കാരണഭൂതൻ. എനിക്ക് അതിനേക്കാൾ സ്റ്റീഫൻ പാസ്റ്റർ ഇഷ്ടപ്പെട്ടൊരു പദം അതിനകത്തുണ്ട്. അവൻ എന്തെങ്കിലും കൽപ്പിച്ച് അവൻ്റെ കൽപ്പനയുടെ മുൻപിൽ വിറങ്ങലിച്ചു നിന്നുകൊണ്ട് ചിലതിനെ ഉരുവാക്കുവാൻ ആ ശക്തിക്ക് കഴിയുമെന്ന് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോൾ ഈ പന്തലിൻ്റെ കീഴിലും ഈ പുറത്തു നിൽക്കുന്ന ദൈവമക്കളോടും പ്രിയപ്പെട്ടവരോടും ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ ഒരു സർവശക്തൻ ഈ യോഗത്തിലുണ്ട്. ഓ താങ്ക് യു ലോർഡ്. ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇച്ചിരൂടെ ശാന്തമായ ചില കാര്യങ്ങളൂടെ ഞാൻ ക്രൂശീകരണത്തിലേക്ക് വേഗത്തിൽ വരാം. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. 10-15 മിനിറ്റ് കൊണ്ട് അതൊക്കെ ഒന്ന് നിർത്തണം. വലിയൊരു ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു കൂട്ടം കൊരിന്തിൽ നിന്ന് വന്നു. അങ്ങനെ യവനായരെ കൊണ്ടും യഹൂദരെ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന കൊരിന്ത് പട്ടണം, അതിനകത്തു നിന്നാണ് യവനായരും യഹൂദന്മാരും ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വേണ്ടി വിശ്വാസത്തിലേക്ക് വന്നത്. വായിക്കുന്ന വേദഭാഗങ്ങളൊക്കെ അത്ര വ്യക്തമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയുടെ 17-ാം അധ്യായം സവിസ്തരമായി പഠിച്ചാൽ മതി. അരോപയക്കുന്നിൽ വെച്ചുള്ള പൗലോസിൻ്റെ പ്രസക്തമായ പ്രസംഗം, അതല്ല അംഫിപോലിസിലും അങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിൽ, തെസ്സലോനിക്കയിലും ബെരോവയിലുമൊക്കെ പൗലോസ് പ്രസംഗിച്ചു വരുമ്പോൾ ശീലാസും തീമത്തിയോസിനും വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് പൗലോസ് ഇങ്ങനെ ഇരിക്കുന്ന സമയം പൗലോസിൻ്റെ മനസ്സിൽ അഥേനയിൽ വെച്ച് ചൂട് പിടിച്ചു. അവന് ചൂട് പിടിക്കാൻ കാരണമുണ്ട്, വേദപുസ്തകം വായിച്ചാൽ മതി. ചൂടുപിടിച്ചത് വേറെയൊന്നുമല്ല, കാണുന്ന സംവിധാനങ്ങളെ ഉൾക്കൊള്ളാൻ മനസ്സില്ലാതെ ഹൃദയത്തിന് ചൂടുപിടിച്ചവനായി അവിടെയുള്ള സകല യവനായരോടും യഹൂദരോടും അവൻ വാദിക്കുകയുണ്ടായി. നിങ്ങൾ 17-ാം അധ്യായം സവിസ്തരമായി പഠിക്കണം. തെസ്സലോനിക്കയിലും അവൻ പള്ളികളിൽ വാദിച്ചു കൊണ്ടിരുന്നു. പള്ളികളിൽ വാദിക്കുമ്പോൾ സകലരും അവൻ ദൈവത്തെ കുറേ പേരൊക്കെ യവനായർ ദൈവത്തെ അറിയാൻ പറ്റി. ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് തെസ്സലോനിക്കയിലും ബെരോവയിലും, ബെരോവക്കാരെ കുറിച്ച് പറയുന്നത് കേൾക്കണോ, തെസ്സലോനിക്കക്കാരെക്കാളും ഉത്തമന്മാരായിരുന്നു. എന്താണ് ബെരോവക്കാർ ഇത്ര ഉത്തമന്മാരാണെന്ന് പറയാൻ കാര്യം? എവിടെ വെച്ചൊരു സുവിശേഷ യോഗത്തിലും ഒരു പ്രസംഗം കേട്ടാൽ കൈയടിച്ചു പോകുന്നവരല്ല, വീട്ടിൽ ചെന്നേച്ച് അതുപോലെയാണോ എന്ന് നോക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ മാറ്റാമ്പുറംകാരാണോ ബെരോവക്കാരാണോ? അവരാകെ കൺഫ്യൂഷനായി. നിങ്ങളോട് ആ ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ സ്തോത്രം ഇവിടെ വടക്കച്ചിറക്കാരാണോ ബെരോവക്കാരാണോ? എൻ്റെ പൊന്നു ഭാഷ എവിടാന്ന് ഇപ്പം ഞങ്ങൾക്കും അറിയാൻ പാടില്ല. ഈ വടക്കച്ചിറയിലാണോ ബെരോവയിലാണോ? ബെരോവക്കാർ ഉത്തമന്മാരാകാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ അവർ ദൈവത്തിൻ്റെ വചനം അങ്ങനെ തന്നെയോ എന്ന് ശ്രദ്ധിക്കുമായിരുന്നു. അതിനുശേഷമാണ് അഥേനയിലേക്ക് അവൻ പോകുന്നത്. അവിടെ നിന്നും കുറേ പേരെ നേടി, ഈ ബെരോവയിലും കുറേ പേരെ നേടി. പക്ഷേ നിങ്ങൾ ആ 17-ാം അധ്യായം വായിച്ചു വരുമ്പോൾ അവിടെ 2 കൂട്ടരെ കാണുന്നുണ്ട്. യവനായ സാമ്രാജ്യത്തിൽ യവനായ ആ സംവിധാനത്തിൽ നിൽക്കുന്ന 2 തത്വജ്ഞാനികളെ കുറിച്ച് നിങ്ങൾക്ക് ആ വേദപുസ്തകത്തിൽ കാണുവാനായി കഴിയും. ഞാൻ പറയുന്നതൊക്കെ തെറ്റാണോ എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരുവാൻ സാധ്യതകൾ കൂടുതലായതുകൊണ്ട് സ്തോത്രം 17-ാം അധ്യായത്തിൻ്റെ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നിങ്ങൾ ഈ നല്ല വെട്ടത്തിൻ്റെ കീഴിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോന്നു. എപ്പിക്കുര്യരും സ്റ്റോയിക്കരുമായ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിച്ചു. അപ്പൊ ആരൊക്കെയുണ്ട്? എപ്പിക്കുര്യരുണ്ട്, സ്റ്റോയിക്കരുണ്ട്. 2 പേരുടെയും ചിന്താഗതി വ്യത്യാസമാണ്. സ്റ്റോയിക്കർ എന്ന് പറയുന്നത് മരണശേഷം ഒരു മനുഷ്യൻ മരിച്ചാൽ അതിനുശേഷം ഒരു ജീവിതമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നവരാണ്. മരണശേഷം ജീവിതമുണ്ട്, അതിനവർ കൊടുക്കുന്ന പദം ഇതാണ്: മരിച്ചതിന് ശേഷം അവൻ്റെ ആത്മാവ് ക്രിസ്തുവിൽ അങ്ങ് ലയിക്കുകയാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, ഒരു പാത്രത്തിലെ വെള്ളമെടുത്ത് കനാലിലൂടെ വെള്ളം ഒഴുകി വരുമ്പോൾ ആ കനാലിലേക്ക് നമ്മുടെ പാത്രത്തിലെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിനെ സപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, ആ വെള്ളത്തിൻ്റെ കൂടെ അതങ്ങ് ലയിച്ചു പോകുകയാണ്. അത്രയൊരാശയത്തിൽ ഈ
സ്റ്റോയിക്കർ മരണശേഷം ഒരു വ്യക്തി ദൈവത്തിൽ ലയിക്കുന്നു, അവൻ്റെ ആത്മാവ് ലയിച്ചു ചേരുകയാണെന്നാണ് സ്റ്റോയിക്കർ പഠിപ്പിക്കുന്നത്. എന്നാൽ എപ്പിക്കുരിയർ പഠിപ്പിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ പഠിപ്പീരുകൾ ഇന്ന് നമ്മൾ താമസിക്കുന്ന ഈ ലോകത്തിലും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ നമ്മുടെ നോട്ടത്തിലും പഠനത്തിലും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അവർ പഠിപ്പിച്ചത് മരണത്തിനപ്പുറത്തൊരു ജീവിതമില്ല. അല്ല, നിങ്ങൾ ആമേൻ പറയാത്ത? അല്ല, അങ്ങനെ തന്നെ ആയതുകൊണ്ടല്ലേ നിങ്ങൾ ആമേൻ പറയാഞ്ഞ്? ശരിയല്ലേ? മരണത്തിനപ്പുറത്തൊരു ജീവിതം ഉണ്ടോ? എപ്പിക്കുരിയർ പഠിപ്പിക്കുന്നതന്നെ മരണത്തിനപ്പുറത്തൊരു ജീവിതമില്ല. ചിലരൊക്കെ പറയുന്നില്ലേ, ദൈവമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ന്യായവിധിയുണ്ട്. മനുഷ്യനെ വെറുതെ പേടിപ്പിക്കുക. നിങ്ങൾക്ക് പേടിയുണ്ടോ? നിങ്ങളുടെ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു പേടിയില്ല. ദൈവമുണ്ട്, സ്വർഗമുണ്ട്, ന്യായവിധിയുണ്ട്, ഇതൊക്കെ കേൾക്കുമ്പോൾ അകത്ത് പേടിയുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ദൈവമുണ്ട്. പക്ഷേ എപ്പിക്കുരിയർ പഠിപ്പിക്കുന്നത് ഇങ്ങനൊന്നും പറയേണ്ട ഭാഷേ, യേശുക്രിസ്തുവിനെ പറഞ്ഞ് മാത്രം ഇത് പറഞ്ഞിട്ട് വേണം നമുക്ക് ആ ഭാഗത്തേക്ക് വരാൻ. എപ്പിക്കുരിയർ പറയുകയാണ് മരണമില്ല, മരണമൊഴികയാണ് ഇവിടെ. അതിന് വേദപുസ്തകത്തിൽ ഒരുപാട് വാക്യങ്ങളുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പദം ലൂക്കോസിൻ്റെ സുവിശേഷം, ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഉച്ചഭാഷണയിലൂടെ അത് വായിച്ച് കേൾക്കാം. 12-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. നിനക്ക് ഏറെ ആണ്ടുകൾ മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, സിദ്ധാന്തം. ആനന്ദിക്കുക, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ആനന്ദിക്കുക. യെശയ്യാവിന്റെ പ്രവചനത്തിലേക്ക് വരുമ്പോൾ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. നാളെ അതാണ് എപ്പിക്കുരിയൻ സിദ്ധാന്തം. ഇന്ന് നമ്മുടെ അയൽപക്കങ്ങളിൽ താമസിക്കുന്ന ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ ഇവിടം കൊണ്ട് തീരുന്നതാണ് ജീവിതം എന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷേ എപ്പിക്കുരിയർ പറഞ്ഞ സിദ്ധാന്തത്തെ ഞാനൊന്ന് തിരുത്തുക. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ഇവിടം കൊണ്ട് തീരുന്നതല്ല ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ട്, സ്വർഗം ഉണ്ട്, ന്യായവിധി ഉണ്ടോ? ഉണ്ട്. നരകം ഉണ്ടോ? ഉണ്ടെന്നുള്ളത് സത്യമാണെങ്കിൽ ഇവിടം കൊണ്ട് തീരുന്നതല്ല ജീവിതം. അപ്പം യവനായ ചിന്താഗതിക്കകത്ത് സ്റ്റോയിക്കരും എപ്പിക്കുരിയരും ഇങ്ങനെ പറയുമ്പോൾ റോമൻ യഹൂദ മതവിഭാഗത്തിലെ മറ്റൊരു വിഭാഗമായ സദൂക്യർ പറയുന്നത് പുനരുത്ഥാനമില്ല, പുനരുത്ഥാനത്തെ എതിർക്കുകയാണ്. ഒരു സഹോദരിയുടെ വിവാഹത്തെ പറ്റി അവിടെ പരാമർശിച്ചിട്ട് പറയുന്നു, പുനരുത്ഥാനമുണ്ടെങ്കിൽ ഇവൾ ആരുടെ ഭാര്യ ആകും? അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ അറിയായിക കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു. അവിടെ വിവാഹമില്ല, വിവാഹത്തിന് കൊടുക്കുന്നതുമില്ല. സ്തോത്രം. അപ്പോൾ ഇവിടെ ജീവിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മരിച്ച ശേഷം സ്തോത്രം അവിടെ ചെന്ന് ഇതൊക്കെ ചെയ്യാമെന്നല്ല, കർത്താവിനോടുകൂടെ നിത്യകാലം വാഴാമെന്നുള്ളതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെയുള്ള ചിന്താഗതികൾ കുറേയേറെ കട്ട്ഷോട്ട് ചെയ്തേച്ച് വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ച ഭാഗത്തേക്ക് വേഗത്തിൽ മടങ്ങി വരികയാണ്. ഇപ്പോൾ തന്നെ സമയം അധികമായി അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് തന്നെ വരാം. നമ്മൾ ഈ വായിച്ച വാക്യം നമ്മുടെ ഈ ആയുസ്സിൽ ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ എന്ന് പറയാൻ കാരണമെന്ത് ഞാൻ തന്നെ പറയാം. 15-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതപ്പെട്ട ഒരു പദമുണ്ട്. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് പൗലോസ് ഈ ആയുസ്സിൽ മാത്രം നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരെന്ന് പറയാൻ കാരണം? യവനായിൽ നിന്നും യഹൂദ മത ചിന്താഗതിയിൽ നിന്നും സദൂക്യരിൽ നിന്നും സ്റ്റോയിക്കരിൽ നിന്നും എപ്പിക്കുരിയരിൽ നിന്നുമൊക്കെ യവനായ ചിന്താഗതികളിൽ നിന്നൊക്കെ ഒരുപാട് പേർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ പുറപ്പെട്ടു വന്നിട്ടുണ്ട്. അവർ ഇപ്പോൾ 12-ാമത്തെ വാക്യത്തിൽ വായിച്ചത് പാസ്റ്റൊന്ന് വായിക്കുകയാണെങ്കിൽ ഏറ്റവും അത്യുത്തമമായിരിക്കും. എന്തുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്? ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം എഴുതിയത് ഏത് വാക്ക്? ഈ ആയുസ്സിൽ മാത്രം നിങ്ങൾ സകല മനുഷ്യരും അരിഷ്ടൻ എന്ന് പറയുന്നതിന്റെ കാരണം നിങ്ങളിൽ ചിലർ
ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരിൽ ചിലർ. ആമേൻ. ഈ പന്തലിന്റെ കീഴിൽ അങ്ങനെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. പുനരുത്ഥാനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. പക്ഷേ പൗലോസ് എഴുതിയതിന്റെ പിന്നിലെ സത്യമെന്ന് പറയുന്നത് ചിലരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതുകൊണ്ടാണ് പൗലോസ് ഈ കാര്യം സവിസ്തരമായി എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ പറയപ്പെടുന്ന ഭാഗങ്ങളെല്ലാം അപഗ്രഹിച്ച് പഠിച്ചേച്ച് വാക്യം 12 പറയുന്ന ചിന്താഗതികൾ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ 13-ാമത്തെ വാക്യത്തിൽ, ആ 15-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, ക്രിസ്തു മരിച്ചോ? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റോ? ക്രിസ്തു ഇന്ന് ജീവിക്കുന്നോ? ആ പരമപ്രധാനമായ സത്യാവസ്ഥയിലേക്ക് ഞാൻ കയറുകയാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് സത്യമായ കാര്യമാണോ? യേശു ഈ ഭൂമിയിൽ വന്നിട്ട് മരിച്ചോ? മരിച്ചതിന് ശേഷം അടക്കപ്പെട്ടതിന് ശേഷം പ്രധാനമായി ഈ കാലഘട്ടങ്ങളിൽ പഠിക്കേണ്ട ഒരു പദമാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ യേശു വന്നതെന്തിനാണ്? ഇന്നലെ പറഞ്ഞ ഭാഗങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. നോക്കൂ, യവനായരും യഹൂദയിലെ ചില സാധുക്യ ചിന്താഗതിക്കാരും പറയുന്നത് പുനരുത്ഥാനമൊന്നുമില്ല, ഇവിടെ അടിച്ച് പൊളിച്ച് തിമിർത്ത് ആർത്ത് പാടി ആഘോഷിച്ച് ജീവിക്കാം എന്നവർ പറയുമ്പോൾ, അല്ല, ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ അവബോധം കൊടുക്കേണ്ടതിന് കാലങ്ങൾക്ക് മുൻപ് 2000 മാനവരുടെ രക്ഷയ്ക്ക് വേണ്ടി മണ്ണിൽ അവതരിച്ച ഏക പുരുഷൻ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. തിമോഥെയോസിന്റെ ലേഖനത്തിലാണ് പൗലോസ് അങ്ങനെ ഒരു ഭക്തിയുടെ മർമ്മം പറയുന്നത്. നിങ്ങൾക്കത് വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഭക്തിയുടെ മർമ്മം അവിടെ പറയുന്നുണ്ട്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ. സ്തോത്രം പറ. അതാണ് ഭക്തിയുടെ മർമ്മം. എന്താണ് ഭക്തി? ആരാണ് ഭക്തി? യേശുക്രിസ്തുവിനെ കുറിച്ച് പരാമർശിക്കുകയാണ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടവനാണ്, അവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടവനാണ്. ആമേൻ. അവൻ ദൂതന്മാർക്ക് പ്രത്യക്ഷനായവനാണ്, അവൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടവനാണ്, അവൻ ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടവനാണ്, അവൻ തേജസ്സിൽ എടുക്കപ്പെട്ടതിനാണ്. എന്തിനാണ് അവൻ ജഡത്തിൽ വെളിപ്പെട്ടത്? ഇങ്ങനെ പറയുന്ന ചിന്താഗതിക്കാരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ചിന്തയിട്ട് കൊടുക്കാൻ, കോറിയിട്ട് കൊടുക്കാൻ ആത്മാവ് ജഡത്തിൽ വെളിപ്പെട്ടു. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എങ്കിൽ പൗലോസ് പറയുന്ന പ്രസക്തമായ പദമുണ്ട്, അവൻ ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. അങ്ങനെയെങ്കിൽ സുഹൃത്തെ, കർത്താവ് വന്നത് പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ, അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് സത്യമാണെങ്കിൽ, ഒരു കാര്യം ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ് വിശ്വസിച്ചേ പറ്റുകയുള്ളൂ, ഒരു പുനരുത്ഥാനം എനിക്കും നിങ്ങൾക്കും ഉണ്ട്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. 2 തിമോഥെയോസിന്റെ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിനെ നിങ്ങൾ ഓർത്തുകൊള്ളുക. റോമാലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ യേശു അങ്ങനെ മരിച്ചതുകൊണ്ട് എനിക്കെന്നാ ഗുണം? അതുകൊണ്ട് 10-9 പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. ഇതൊരു സുവിശേഷ മഹായോഗം കൂടിയല്ലേ? ഇതിനകത്ത് ആരെങ്കിലും യഥാർത്ഥമായി ദൈവത്തെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കാര്യം തുറന്നു പറയുന്നു, സദൂക്യൻ പറഞ്ഞതുപോലെയല്ല, സ്റ്റോയിക്കർ പറഞ്ഞതുപോലെയല്ല, എപ്പിക്കുരിയർ പറഞ്ഞതുപോലെയല്ല. നിശ്ചയമായും പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്ന ദൈവം താമസം കൂടാതെ ആകാശവാന മേഘങ്ങളെ തേരാക്കിക്കൊണ്ട് അവൻ നമ്മളെ ഉയർപ്പിക്കാൻ, അവനോടുകൂടെ ഇരുത്താൻ താമസം കൂടാതെ വരുമെന്നുള്ളതിന് ഒരു തർക്കവും പ്രസംഗിക്കുന്ന എനിക്കില്ല, നിങ്ങൾക്കില്ലെങ്കിൽ തലയ്ക്ക് മുകളിൽ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ ഉച്ചത്തിൽ പറയണം. അതുകൊണ്ട് ഒരു വ്യക്തി രക്ഷിക്കപ്പെടാൻ എന്താണ് കാരണമാകുന്നത്? അവൻ യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും
വിശ്വസിക്കുകയും ചെയ്താൽ അവൻ രക്ഷിക്കപ്പെടും. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൽ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തിൽ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. എല്ലാം തിരുവെഴുത്തിൽ പ്രകാരമാണ്. ഒന്നും അസ്വാഭാവികതകളില്ല, എല്ലാം യാദൃച്ഛികമല്ല. യേശുക്രിസ്തു എല്ലാം ചെയ്തത് പിതാവിൻ്റെ ഇഷ്ടം പോലെയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ചിന്തിക്കാൻ പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചാണ്. യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് പാസ്റ്ററെ? 10-15 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് നമ്മൾ കൈയടിച്ചൊന്ന് ആരാധിച്ചേച്ച് പോകാം, അല്ലേ? അതാ നല്ലത്. സ്തോത്രം. ഞാനിങ്ങനെ ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുക. പുള്ളി വെട്ടി വേർത്താകെ ഒരു പരിവക്കേടിലായില്ല. ഇങ്ങനെ ഞാൻ 10:30 വരെ നിൽക്കാം. നിങ്ങൾ ഇരിക്കണം. പണ്ടൊരു അമ്മച്ചി പറഞ്ഞ പോലെ പാസ് ഇരുന്നിട്ട് വേണം പാ ചുരുട്ടിക്കൊണ്ട് പോകാൻ എന്ന് പറഞ്ഞ പോലെ ഇരിക്കരുത്. നിങ്ങൾ ഇരുന്നാൽ ഇങ്ങനെ അങ്ങ് പോകും. നല്ല അന്തരീക്ഷമുണ്ട്. ഒരു കര ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇതൊക്കെ പറയുമ്പം ഇവിടെയുള്ള ചുറ്റുപാടുമുള്ള പ്രിയപ്പെട്ടവരെ കൂടെ നമ്മളൊന്ന് പരിഗണിക്കണമല്ലോ. സുഹൃത്തെ, ഇന്ന് രാത്രിയിൽ ഘോരഘോരം ഈ ഉച്ചഭാഷണിയിലൂടെ ഈ ശബ്ദം ഇതിനകത്തൂടെ വളരെ ശക്തിയോടെ പുറത്തേക്ക് പുറപ്പെടുവിക്കുന്നതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഈ ലോകത്തിൽ അടിച്ചു പൊളിച്ച് ജീവിച്ച് നിന്റെ ആത്മാവ് നഷ്ടമായാൽ നിന്റെ ജീവിതം തകർച്ചയാണ്. മറിച്ച് ഇവിടെ നിനക്കൊന്നുമില്ലേലോ നിന്റെ ആത്മാവിന് വേണ്ടിയുള്ളത് കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, അതിൽ പരം സന്തോഷം വേറെയില്ല. കഴിക്കാൻ ആഹാരമില്ല എങ്കിലും, ധരിക്കുവാൻ വസ്ത്രമില്ല എങ്കിലും, വാഹനത്തിൽ സഞ്ചരിക്കാൻ വാഹനമില്ല എങ്കിലും, പാർപ്പിട സംവിധാനങ്ങളില്ല എങ്കിലും, ഈ ലോകത്തിലെ മനുഷ്യനോട് കിടപിടിക്കുവാൻ ഒന്നും നമുക്കില്ല എങ്കിലും, ആത്മാവിനെ സുരക്ഷിതമായ ഒരിടത്ത് ആമേൻ സ്തോത്രം ഏൽപ്പിച്ചത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി പറയണം, താമസം കൂടാതെ ഞങ്ങൾ വിശ്വസിക്കുന്ന അരുമനാഥൻ വാനമേഘങ്ങളെ തേരാക്കി വരുമ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച എന്നെ കൂടെ അവനോടുകൂടെ ചേർക്കുന്ന ഒരു സുദിനം അത് ഏറ്റവും വലുതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ദാവീദ് ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാർ അല്ലെങ്കിൽ പല ഭക്തന്മാരും അതിനെക്കുറിച്ച് സവിസ്തരം പറയുന്നുണ്ട്. സങ്കീർത്തന പുസ്തകങ്ങളിലാണ് സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് 1000 വർഷങ്ങൾക്ക് മുൻപ് 22-ാം സങ്കീർത്തനത്തിൻ്റെ 16-17 വാക്യങ്ങളിലാണ്. അത് വായിക്കണമല്ലോ. വേഗത്തിൽ വായിച്ചാൽ വായന മാത്രം നടക്കും. സങ്കീർത്തനം 22-ന്റെ 16-17 വാക്യങ്ങൾ ഒന്ന് വായിച്ചു വിട്ടാട്ടെ. അതിന്റെ 16-17 വാക്യങ്ങൾ. സങ്കീർത്തനം 22-ന്റെ 16. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അടുത്ത വാക്യം. അവരുടെ കൈകളെയും കാലുകളെയും തുളച്ചു. അടുത്തത്. എന്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം. 1000 വർഷങ്ങൾക്ക് മുൻപ് ദാവീദ് ഇതിനെ എഴുതി ചമയ്ക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചായിരുന്നു അത് എഴുതിയത്. അതാണ് നമ്മൾ മുമ്പ് വായിച്ചത്. ഈ 15-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൽ പ്രകാരം മരിച്ചു. ഒരിക്കൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത നിലകളിൽ 1000 വർഷങ്ങൾക്ക് മുൻപ് ദാവീദ് ഇത് ചമച്ചെങ്കിൽ ഇതൊക്കെ മുൻനിർണയമായിരുന്നു എന്നുള്ളത് നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടാൻ വഴിയാത്തൊരു യാഥാർത്ഥ്യമാണ്. എല്ലാം മുൻനിർണയമാണ്. ഒന്നും യാദൃച്ഛികമല്ല. അങ്ങനെയാണെങ്കിൽ അവന്റെ കളെയൊക്കെ എണ്ണാമെന്നും അവന്റെ കൈകാലുകൾ തുളയ്ക്കപ്പെട്ടെന്നും 1000 വർഷങ്ങൾക്ക് മുൻപ് ദാവീദ് എഴുതി ചമയ്ക്കുമ്പോൾ അവരൊരു ഗാനരചയിതാവ് മാത്രമല്ല, അവൻ പാട്ടുകാരൻ മാത്രമല്ല, സ്തോത്രം, അവൻ ഏതെങ്കിലും ഒരു രാജാവ് മാത്രമല്ല, അവരിലൊരു പ്രവാചക ദൗത്യം കൂടെ ഉണ്ടെന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. അവരൊരു പ്രവചനമാണെന്ന് പറഞ്ഞത് വായിക്കണോ? 2-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം. സരസിൽ ആരെങ്കിലും പാസ്റ്റർക്ക് മുൻപേ എടുത്താൽ വായിക്കാം, സമയം ഒട്ടും കളയാതെ. 2-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചോ. എന്നാൽ അവൻ പ്രവാചകനാകിയാൽ ദൈവം അവന്റെ കടിപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് ഒരുവനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട്, അപ്പം തന്നോട് സത്യം ചെയ്തു ഉറപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. നിങ്ങളെ വാക്യം വായിച്ചാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ. ഇവന്റെ സന്തതി പരമ്പരകളിൽ ഒരുവൻ വെളിപ്പെടുമെന്നുള്ളൊരു പ്രവചനവാക്യമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചിന്തിച്ചു പോയി, ദാവീദിന്റെ കാലഘട്ടത്തിൽ കർത്താവ് വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അന്നത്തെ ക്രൂശീകരണം അല്ലെങ്കിൽ അന്നത്തെ കൊലകൾ വിചിത്രമായിരുന്നു. 1-ാം ലോക സാമ്രാജ്യത്തിലും 2-ാം ലോക സാമ്രാജ്യത്തിലും 3-ാം ലോക സാമ്രാജ്യത്തിലുമൊക്കെ 4-ാം ലോക
സാമ്രാജ്യ കാലഘട്ടത്തിലൊക്കെ മരണം കൈവരിക്കുന്നത് വിവിധ നിലകളിലാണ്. ദാവീദിന്റെ കാലത്താണ് വന്നിരുന്നതെങ്കിൽ കുറ്റവാളികളെ കൊല്ലുന്നത് കല്ലെറിഞ്ഞാണ് കൊല്ലുന്നത്. ഒന്നാം ലോക സാമ്രാജ്യമായ ബാബിലോൺ സാമ്രാജ്യത്തിലാണ് വന്നിരുന്നതെങ്കിൽ തീച്ചൂളയിലേക്കിട്ടാണ് അവരെ കൊല്ലുന്നത്. അതിനർത്ഥമാണ് ശദ്രക്കും മേശക്കും അബേദ്നെഗോവും. രണ്ടാം ലോകമഹാ സാമ്രാജ്യമായ മേദിയ പെർഷ്യ സാമ്രാജ്യ കാലഘട്ടത്തിലാണ് യേശു വന്നിരുന്നതെങ്കിൽ അവിടെ സംഭവിക്കുന്നത് വന്യമൃഗങ്ങളുടെ മുമ്പിലേക്കിട്ടാണ് അതിനെ കൊല്ലുന്നത്. മൂന്നാം ലോക സാമ്രാജ്യമായ ഗ്രീക്ക് സാമ്രാജ്യ കാലഘട്ടത്തിലാണ് യേശു വന്നതെങ്കിൽ വിശുദ്ധരാവങ്ങോടത്താണ് കൊല്ലുന്നത്. നാലാം ലോക സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യത്തിന്റെ കാലത്തും ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ കാലത്തിന്റെ അവസാനവുമാണ് യേശു വന്നിരുന്നതെങ്കിൽ തിരച്ഛേദമായിരുന്നു. ഇതൊന്നും അങ്ങനെ സംഭവിക്കാതിരുന്നത് പിതാവിന്റെ മുൻനിർണയമായിരുന്നു. ഞാൻ പറയുന്ന വചനങ്ങൾക്ക് നിങ്ങൾക്കൊരാമേൽ ശക്തിയോടെ പറയാൻ, അത് തിരുവചനമാകിയാൽ അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്ന അല്ല ഹല്ലേലൂയ പറയാൻ. ആമേൻ. ഈ ദാവീദ് ഇങ്ങനെ പ്രവചിച്ച് അങ്ങനെ തന്നെ സംഭവിച്ചു. ഇതൊക്കെ എഴുതി വെച്ചത് അങ്ങനെ തന്നെ പറയാൻ പോയ സമയം പോകും. ഗലാത്യ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചു. അങ്ങനെയാണെങ്കിൽ കുഞ്ഞെ, സഹോദര, സഹോദരി, പ്രായമുള്ള പിതാവേ, മാതാവേ, ലോകമേ കേൾക്കുക. ഇതൊരു കിഴവിക്കഥയല്ല കേട്ടോ, ഇതൊരു നിയോഗമാണ്. ആർക്കു വേണ്ടിയുള്ള നിയോഗമാണിത്? ലോകത്തിൽ ഇന്ന് പ്രസംഗിക്കുന്ന എന്നെ ഉൾപ്പെടെ, ഈ പന്തലിന്റെ കീഴെ ഈ കസാറയിൽ ഇരിക്കുന്ന ദൈവദാസന്മാരും ദൈവമക്കൾ ഉൾപ്പെടെ കാലങ്ങൾക്ക് മുൻപേ ക്രിസ്തുവിലൂടെ നേടിയെടുക്കണമെന്ന് പിതാവിന്റെ ഇഷ്ടനിർവഹണമായതുകൊണ്ട് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ നിയോഗിച്ചയച്ചത് എൻ്റെ ആത്മാവിന് രക്ഷയായി എന്ന് പറയുന്നവർ ശക്തിയോടെ കരമുയർത്തി ഹല്ലേലൂയ. ദൈവത്തിന് ഞാൻ മഹത്വം അർപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവും യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണമൊക്കെ സവിസ്തരം നമ്മൾ പഠിക്കുന്നവരാണ്. പക്ഷേ ഞാൻ ചാടിക്കയറി യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം അസ്വാഭാവികതയല്ല എന്ന് പറഞ്ഞിട്ട് തിരുവചനത്തിൻ്റെ 1-2 ഭാഗങ്ങളിലേക്ക് വരാം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം തിരുവചനത്തിൻ പ്രകാരമായിരുന്നു എന്നാണ് നമ്മൾ വായിച്ചത്, അല്ലേ? അവൻ്റെ മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പും എല്ലാം തിരുവചന പ്രകാരമായിരുന്നു. യേശുക്രിസ്തുവിനെ യഹൂദ ന്യായപ്രമാണം അനുസരിച്ച് വിധിച്ച് യഹൂദ മതകോടതി അല്ലെങ്കിൽ സന്നിധി സംഘത്തിന് മുൻപിൽ മഹാപുരോഹിതന്മാരായ വേദപുസ്തകത്തിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 18-ാം അധ്യായം ഒക്കെ നിങ്ങൾ സവിസ്തരമായി വായിക്കണം. ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാം. ആരുമില്ലാത്തതിനായി സ്തോത്രം. അപ്പം അത്ര ശ്രദ്ധിച്ചിരിക്കുകയാണ്. യഹൂദ മതത്തിൽപ്പെട്ടവർ, മതപുരോഹിതന്മാർ, സന്നിധി സംഘക്കാർ, എല്ലാവരും കൂടെ ചേർന്ന് യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തേക്കുള്ള വരവിനെ കൺകുടുർക്ക നോക്കി നിന്നിട്ട് ഇവനെ എങ്ങനെയെങ്കിലും തകർക്കണമെന്നുള്ള വെല്ലുവിളികളുമായി ഇവർ മുമ്പോട്ട് വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്ത് എനിക്ക് ഗെത്സമനെയൊക്കെ പറയണമെന്നുണ്ട്. കിദ്രോൻ തോട് കഴിഞ്ഞ്, യോഹന്നാന്റെ സുവിശേഷമാണ് അത് പഠിക്കേണ്ടത്. കിദ്രോൻ തോട് കഴിഞ്ഞ് ഗെത്സമനയിലേക്ക് പോകുമ്പോൾ യേശുവിൻ്റെ ഏറ്റവും സ്നേഹിതന്മാരായ ശിഷ്യന്മാരെ കൂടെ കൂട്ടി ചേർന്നിരിക്കുന്ന 3 പേരെ കാവൽപുരമുറ്റത്ത് അവിടെ കൊണ്ടിരുത്തിയിട്ട് പറഞ്ഞ് പ്രാർത്ഥിച്ചോ, ഞാൻ അവിടെ വരെ പോകുകയാണ്, ഞാനും പ്രാർത്ഥിക്കുകയാണ്. കല്ലേറ് ദൂരത്തോളം മാറിപ്പോയി അവൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ പ്രാണവേദനയിലായി. ആദ്യത്തെ ഘട്ടം വന്നു നോക്കുമ്പോൾ മാർവോട് ചേർന്നിരുന്നവർ, എന്തും ചെയ്യാമെന്ന് പറഞ്ഞവർ, അവർ ഉറങ്ങുന്നത് കണ്ടിട്ട് യേശു അവരെ തട്ടിയിട്ട് തിരിച്ചുപോയി. യേശു പിന്നെയും 2-ാം ഘട്ട പ്രാർത്ഥനയിൽ, 3-ാം ഘട്ട പ്രാർത്ഥനയിൽ, ചരിത്രം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, 1ഉം 2ഉം ഘട്ടം പ്രാർത്ഥന കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഉറങ്ങുന്നവരോട് പറഞ്ഞു, ഉറങ്ങിക്കോ, എൻ്റെ നാഴിക വന്നിരിക്കുകയാണ്, എൻ്റെ അകം പ്രാണവേദന കൊണ്ട് പിടയുകയാണ്. ഞാനിവിടെ മൈക്കിൻ്റെ ഈ ലൈറ്റിൻ്റെ താഴെ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ വെട്ടി വിയർക്കുകയാണ്. ഇതൊന്നും ചോരത്തുള്ളികളാകുന്നില്ല. ഗെത്സമനയിലെ പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വിയർപ്പ് തുള്ളികൾ ചോരത്തുള്ളികളായി മാറി. അവൻ ആ പാപത്തിൻ്റെ ഭാരത്തെ ഹൃദയത്തിലേക്ക് ഏറ്റിക്കൊണ്ട്, ശരീരത്തിലേക്ക് ഏറ്റിക്കൊണ്ട് അവൻ മരണത്തിനു വേണ്ടി വിധിക്കപ്പെടുകയാണ്. യൂദ അവനെ ഒറ്റിക്കൊടുക്കുകയാണ്. യൂദ ഒറ്റിക്കൊടുക്കുമ്പോൾ അവരോട് പറയും, നിങ്ങൾ ആരെയാണ് തിരയുന്നത്? നിങ്ങൾ ആരെയാണ് തിരയുന്നത്? നിങ്ങൾ എന്നെയാണ് തിരയുന്നതെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട്. ഇത് കേൾക്കുകയുമല്ല, ഞാനാകുന്നു എന്ന് പറയുകയുമല്ല. ഇതൊക്കെ പറഞ്ഞു വരാൻ കുറേ സമയമെടുക്കും. ഞാനാകുന്നു എന്ന് പറയുകയുമല്ല, ഇത് കേട്ടവർ നിലത്തു വീഴുകയാണ്. അതിനകത്തൊരു സന്ദേശം എനിക്ക് പറയാനുണ്ട്. അവൻ്റെ മുൻപിൽ ചങ്കും നെറ്റിയും കാണിച്ച് തൻ്റെ ഇടം കാണിക്കാൻ അധികാരമുള്ള ഒരു വ്യക്തിയും ഈ ഉലകത്തിലില്ല. ആമേൻ.
ആമേൻ. അലക്സാണ്ടർ പോലും അവന്റെ മുൻപിൽ മുട്ടുമടക്കി. ആമീൻ. ഈ ലോകം മുഴുവൻ, ഇതൊന്നും വെള്ളമല്ലായിരുന്നെങ്കിൽ, ഈ ലോകം മുഴുവനായിരുന്നെങ്കിൽ ഇതെല്ലാം ഞാൻ വെട്ടിപ്പിടിച്ചേനെന്ന് പറഞ്ഞ അലക്സാണ്ടർ ഉൾപ്പെടെ കർത്താവിന്റെ പാദപീഠത്തിൽ മുട്ടുമടക്കിയെങ്കിൽ ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാ, എത്ര തന്റെ ഇടമുണ്ടെന്ന് പറഞ്ഞാലും യേശു ക്രിസ്തുവിന്റെ സ്പർശനത്തിന് മുൻപിൽ, അവന്റെ നാമത്തിന് മുൻപിൽ നിൽക്കാൻ ആർക്കും കഴിയത്തില്ല. ഒരു പ്രവചനം പറയാൻ എനിക്ക് നിയോഗമുണ്ട്. ആ പ്രവചനം കേട്ടോണം. നിന്റെ യഹോവയുടെ ദൈവത്തിന്റെ നാമത്തെ നിന്റെ മേൽ അവൻ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോ, നിന്നെ എന്തെങ്കിലും നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും പറഞ്ഞാക്ഷേപിച്ച് കളിയാക്കി വല്ലാത്തൊരു പരുവക്കേടിലാക്കാൻ ശ്രമിക്കുന്നെങ്കിൽ, അവന്റെ നാമം നിമിത്തമാണ് അങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ആ നാമം തിരിച്ചു മറുപടി പറയുന്നൊരു സമയമുണ്ട്. യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് വിചിത്രമായിട്ടാണ് അവിടെ ചിത്രീകരിക്കുന്നത്. അവിടുത്തെ സന്നിധി സംഘം അല്ലെങ്കിൽ മഹാപുരോഹിതന്മാരോട് പീലാത്തോസ്, എനിക്ക് ഭയങ്കര രസമാണ്. ആദ്യം ഹന്നാബ്, അടുത്ത കയ്യപ്പാവ്, പിന്നെ പീലാത്തോസ്, പിന്നെ ഹേരോദാവ്. പീലാത്തോസിന്റെ അടുക്കൽ വരുമ്പോൾ എങ്ങനെയെങ്കിലും അടുപ്പിച്ച് വെച്ച് വിടാൻ വേണ്ടി പീലാത്തോസ് ആകുന്നത്ര പരിശ്രമിച്ചിട്ടും ഇവന്മാരൊന്നും സമ്മതിക്കുന്നില്ല അല്ലേ? ആമീൻ. 17-ാം അധ്യായം 18-ാം അധ്യായം ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. ഒരു സമയത്ത് പോലും ഇവർ സമ്മതിക്കുന്നില്ല വിട്ടുകൊടുക്കാൻ. ഞാൻ ആ ഭാഗമൊക്കെ വിഴുങ്ങുകയാണ്. ആമീൻ. ഹെരോദാവ് പറയുകയാണ്, ഇവനെ വിടട്ടെ. വേണ്ട 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 പെസഹായുടെ ദിവസം ഒരുവനെ വിടുക ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഒരു തടവുകാരനെ വിടുക. അങ്ങനെ ഉച്ചയിസ്തരം പീലാത്തോസ് ചോദിച്ചു, ഒരുവനെ വിട്ടുതരട്ടെ. അപ്പോൾ അവർ പറഞ്ഞു, വേറെ ആരെയും വിടണ്ട, യേശുവിനെ മാത്രം മതി, ബർബാസിനെ വേണ്ട, യേശുവിനെ മാത്രം മതി. ഇതൊന്നും യാദൃച്ഛികമല്ല കേട്ടോ. ആമേൻ. ആരെങ്കിലും കയറി ബർബാസിനെ വിട്ടാൽ മതി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവസ്ഥ എന്നാ? ഇന്നും നമ്മൾ പാപത്തിൽ കിടന്നേനെ. അന്ന് ബർബാസിനെ വിട്ടത് യാദൃച്ഛികമല്ല കേട്ടോ. ബർബാസ് കുറ്റവാളിയാണ്, ആമി കലാപക്കാരനാണ്, രാജ്യദ്രോഹ കുറ്റം അവൻ ചുമത്തിയിട്ടുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം തിരുവെഴുത്തിൻ പ്രകാരമായതുകൊണ്ട് അവനിൽ ഒരു കുറ്റവും പീലാത്തോസ് കണ്ടില്ല. അവനെ അടിച്ചുവിടാൻ തീരുമാനിച്ചു. അടിയെക്കുറിച്ചൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. കുതിരയുടെ ആ തോല് ഉണങ്ങിയെടുത്തത് ചാട്ടവാറാക്കിയിട്ട് അതിൻ്റെ അറ്റത്തേക്ക് ഈയത്തിൻ്റെ കൊളുത്തുകൾ ഫിറ്റ് ചെയ്തിട്ട് മനുഷ്യാസ്ഥികളും മൃഗത്തിൻ്റെ കളും ആമി തൂക്കിയിട്ടിട്ട് 2 പടയാളികൾ ഇടവും വലവും നിന്നുകൊണ്ട് അത്ര പരിശീലനം ലഭിച്ച, നിങ്ങൾക്കറിയാമോ, ഒന്നുകുറെ 40 അടികൾ എന്ന് പറയുന്നത് തെറ്റാതെ അടിക്കണം. എണ്ണം തെറ്റാൻ പാടില്ല. എണ്ണം തെറ്റിയ നിയമം തെറ്റും. നിയമം തെറ്റാതെ മാറി നിന്നുകൊണ്ട് എണ്ണി ഈ മനുഷ്യൻ അടിക്കുമ്പോൾ ഒരു ദൂരം ഞാൻ ദൈവമക്കളോട് പറയാം, ഇതെല്ലാം എൻ്റെ പുറത്ത് കിട്ടേണ്ട അടിയാ. പക്ഷെ എൻ്റെ അരുമനാഥൻ പറയുകയാണ്, ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വയ്ക്കാതെ സ്വർഗമുണ്ടെന്നും ദൈവമുണ്ടെന്നും നരകമുണ്ടെന്നും ന്യായവിധി ഉണ്ടെന്നും ഒരു കുറ്റബോധം നിന്റെ ഹൃദയത്തിൽ തരേണ്ടതിന് 2026 വർഷങ്ങൾക്ക് മുൻപേ ഈ ലോകത്തിൽ വന്ന അടിയേറ്റ ഒരുവനുണ്ട്. അവനാണ് നാസറേയനായ യേശുക്രിസ്തു. എന്തായാലും ഈ സുവിശേഷ യോഗം ഇന്ന് തീരും. അതുകൊണ്ട് 2 മിനിറ്റ് കൂടിയാലും പരിഭവപ്പെടരുത്. പാസ്റ്റർമാർക്ക് വീട്ടിൽ പോയി ഇന്ന് രാത്രി വിശ്രമിക്കാൻ നാളെ പരിപാടിയൊന്നുമില്ല. നാളെ ആയിരുന്നു ഈ പരിപാടികൾ ഇഷ്ടംപോലെ ഉണ്ടായേനെ. അതുകൊണ്ട് 2 മിനിറ്റ് കൂടെ ഞാൻ എടുക്കുക. 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ 5 മിനിറ്റ് ആകും, കുഴപ്പമില്ല. നിങ്ങൾ ആ അടിക്കുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ആരും എഴുന്നേറ്റ് പോകുന്നില്ല. ഒരാൾ എഴുന്നേറ്റാൽ ഞാൻ അപ്പം ആമേൻ പറയും, നിർത്തും. സ്തോത്രം. അടിക്കുന്ന ഭാഗം എന്ന് പറയാം. പീലാത്തോസിൻ്റെ ആ കൽത്തളത്തിലേക്ക് കൊണ്ടുവന്നാണ് അടിക്കുന്നത്. ഈ ചരിത്രത്തിലൊക്കെ 28 പടികളുണ്ടെന്നും 8 പടികളുണ്ടെന്നൊക്കെ ഒരു സംവാദമുണ്ട്. നമുക്ക് അത്ര ചരിത്രമൊന്നും വേണ്ട. എന്തായാലും കൽത്തളത്തിലേക്ക് ഇറങ്ങി വരാൻ പടികളുണ്ട്. ഈ പടികൾ ചവിട്ടി ഇറങ്ങി വന്ന് ഈ പീലാത്തോസിൻ്റെ കൽത്തളത്തിൻ്റെ അവിടെ നിൽക്കുമ്പോൾ 2.5 അടി പൊക്കമുള്ള 2 കൽത്തൂണുകൾ അപ്പുറത്തും ഇപ്പുറത്തുമുണ്ട്. ഈ 2 കൽത്തൂണുകളിലേക്കും ഈ 2 കരങ്ങൾ, ഈ കുറ്റവാളിയുടെ 2 കരങ്ങൾ ഒരു ഇരുമ്പ് തണ്ട് കൊണ്ട് ബന്ധിച്ചേച്ച് ആ മനുഷ്യനെ പോലെ വളച്ചു നിർത്തും. ഓ എൻ്റെ ദൈവമേ, ഇത് പ്രസംഗിക്കുമ്പോൾ നമുക്ക് പ്രസംഗിക്കാൻ കഴിയില്ല. അത്ര വേദന നമ്മുടെ ഹൃദയത്തിൽ ടച്ച് ചെയ്യും. ക്രൂശുമരണം എന്ന് പറഞ്ഞ് വെറുതെ വിടാൻ പറ്റില്ലത്. അത്ര ഗൗരവതരമാണ്. ഈ പോലെ ഈ മനുഷ്യനെ വളച്ചു നിർത്തിയേച്ച്. എന്തിനാ പോലെ വളച്ചു നിർത്തുന്നത്? അവൻ്റെ പുറം നല്ല വിരിഞ്ഞ
കുനിഞ്ഞു നിൽക്കണം അല്ലേ? ഒറ്റയടി തെറ്റാൻ പാടില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടി തെറ്റാതെ കറക്റ്റായിട്ട് അടിയെ പുറത്തേൽക്കണം. ആമേൻ. ഇനി ഇടവും വലവും നിൽക്കുന്ന ഈ രണ്ട് പടയാളികൾ ആഞ്ഞടിക്കുകയാണ്. ആദ്യത്തെ അടിയിൽ ഈ ഈയക്കട്ടകൾ ചെന്നിട്ട് മാംസത്തെ തച്ചുടച്ച് ആ ഈയക്കൊളുത്തുകൾ കൊണ്ട് ആഴ്ന്നിറങ്ങി അസ്ഥി കഷ്ണങ്ങൾ കൊണ്ട് പറിച്ചു മുകളിലേക്ക് എടുക്കാതെ അത് താഴേക്ക് ഇങ്ങനെ വലിക്കുക. അയ്യോ, എനിക്ക് 129 സങ്കീർത്തനത്തിലെ ഒരു വാക്യമാണ് എൻ്റെ ഹൃദയത്തെ വല്ലാതെ പിടപ്പിച്ചത്. ഉഴവുകാർ എൻ്റെ മുതുകിനെ ഉഴുതു. അതിന് മൂന്നാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. നല്ലൊരു പ്രവചന ദൂതാണത്. 129 സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. സമയം പോകുന്നു. ഉഴവുകാരന്റെ മുതുകിന്മേൽ ഉഴുതു. നിങ്ങൾ കേൾക്കണോ? അടിച്ചെടുക്കുകയല്ലായിരുന്നു, അടിച്ച് താഴേക്ക് വലിക്കുകയായിരുന്നു. പീലാത്തോസിന്റെ കൽത്തളത്തിൽ അടിച്ചേച്ച് വിട്ടുകൊടുക്കാൻ, അടിച്ചേച്ച് പറഞ്ഞു വിടാനാ പീലാത്തോസ് ഈ പണി മൊത്തം ചെയ്യുന്നത്. പക്ഷേ ഇവന്മാർ സമ്മതിക്കുകയല്ല. അമ്മ അടിച്ചേച്ച് താഴോട്ട് വലിക്കുമ്പോൾ ഉഴവുചാലുപോലെ കീറപ്പെടുകയാണ്. നിങ്ങൾ ചിന്തിച്ചേ, അടിച്ചു വലിക്കുമ്പോൾ മാംസത്തുണ്ടുകൾ പീലാത്തോസിന്റെ കൽത്തളത്തിന്റെ ഇടവും വലവും കടന്ന് ഇങ്ങനെ പിടയ്ക്കുമ്പോൾ ദയനീയമായി കുനിഞ്ഞു നിൽക്കുന്ന യേശുക്രിസ്തുവിന്റെ പിക്ചർ ഒന്ന് ഹൃദയത്തിൽ കണ്ടിട്ട് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ആത്മീയ യോദ്ധാക്കൾ പറയണം, ഈ അടി മുഴുവൻ എന്റെ പേർക്കാണോ നീ സഹിച്ചത്? കുനിഞ്ഞു നിൽക്കുന്ന ആ വിരിഞ്ഞു നിൽക്കുന്ന പുറത്തേക്ക് ആഞ്ഞടിച്ച് വലിച്ചിറക്കുമ്പോൾ കഷ്ണങ്ങൾ തെറിച്ചു വീഴുകയാണ്. പക്ഷേ അതിനകത്തൊരു വലിയ സംഭവം നടന്നു. വലിച്ചു താഴേക്കിറങ്ങുമ്പോൾ നീർച്ചാല് പോലെ ആ ശരീരം ഇങ്ങനെ ചാല് പോലെ കിടക്കുന്നത് കൊണ്ട് അതിലൂടെ ബ്ലഡ് ഒഴുകി 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 പീലാത്തോസിന്റെ കൽത്തളത്തിൽ കെട്ടിക്കിടക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും യഹൂദ മതത്തിൽ നിൽക്കുന്ന സകല എണ്ണത്തിന്റെയും ചിന്ത ഇതോടുകൂടി ഇവൻ തീർന്നെന്നാണ്. പക്ഷേ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസിന് തെറ്റുപറ്റിപ്പോയില്ല. ഇത് തിരുവഴുത്തിൻ പ്രകാരമുള്ള മരണമാണ്. സ്തോത്രം പറഞ്ഞ് ആരാധിക്കും. സമയം പോയാൽ എന്താ? അഭിഷേകമുള്ളവൻ സ്തോത്രം പറഞ്ഞിട്ട് പറ, ഇങ്ങനെ ചുമ്മാതൊന്നുമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഈ ദർശനം ഞങ്ങളുടെ ഉള്ളിൽ തന്നതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പീലാത്തോസിന്റെ കൽത്തളത്തിൽ അടികൊണ്ട് പുറമുഴവുചാലുകൾ പോലെ കീറപ്പെട്ടവനായി നിൽക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, ഇതൊന്നും ഞാൻ ചെയ്ത കുറ്റത്തിനല്ല സഹോദരി, നീ ചെയ്ത കുറ്റത്തിനാണ്. പക്ഷെ 2 കാര്യം സംഭവിക്കും. ഒന്ന്, നിന്റെ പാപത്തിന്മേലുള്ള ആ കുറ്റം ഞാൻ ക്ഷമിക്കും. 2, നിന്റെ രോഗത്തിന് അടിപ്പിണരുകളാൽ ഇന്ന് രാത്രിയിൽ അഭിഷേകത്തോടൊരു ദൂത് പറയുന്നു. രോഗാതുരമായ അവസ്ഥയിലാണ് ഇന്ന് രാത്രി ഈ പന്തലിന്റെ കീഴെ ഇരിക്കുന്നെങ്കിൽ ഉച്ചഭാഷയുടെ സഹായത്തോടുകൂടെ ശബ്ദം നിങ്ങളുടെ വീടുകൾക്കകത്ത് വരുമ്പോൾ നിങ്ങളൊരു രോഗാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഇന്ന് രാത്രി അഭിഷേകത്തോടെ പറയുന്നു, 2026 വർഷങ്ങൾക്ക് മുൻപ് അടിയേറ്റവന്റെ ആ പുറത്തുകൂടെ ആ ഉഴവുചാലിലൂടെ ഒഴുകപ്പെട്ട രക്തം നിന്റെ രോഗത്തിന്റെ സൗഖ്യമാണ് കേട്ടോ. അതുകൊണ്ടല്ലേ പാസ്റ്റർമാരെ യെശയ്യാ പ്രവചനത്തിലൊക്കെ എഴുതി വെച്ചത്, അവന്റെ അടിപ്പിണരുകളാലോ. കരം ഉയർത്തി കരം അടിച്ചൊക്കെ സന്തോഷിക്കാൻ കഴിവുള്ള ദൈവമക്കൾ ആത്മാവിലൊന്ന് സന്തോഷിക്കുക. 2 മിനിറ്റ് കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോകുകയാണ്. പക്ഷെ ഇന്ന് രാത്രി ഒരു ആത്മസാന്നിധ്യം ഈ പന്തലിന്റെ കീഴെ ചലിച്ചിട്ട് പറയുകയാണ്, ഈ അടി കൊണ്ടത് നിന്റെ രോഗസൗഖ്യത്തിന്, ഈ അടി കൊണ്ടത് നിന്റെ പാപശാന്തിക്ക്. ഇന്ന് രാവിലെ എൻ്റെ സഭയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, നിന്റെ പാപം മാത്രമല്ല സഹോദര, നിനക്കെതിരെ കെട്ടിവെച്ച സകല ശാപത്തിന്റെ കെട്ടുകളും യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ അവൻ അഴിച്ചു കളഞ്ഞതാണെങ്കിൽ ഇന്ന് രാത്രിയിലും അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഈ പന്തലിന്റെ കീഴെ ഉണ്ട്. ഞാൻ കർത്താവിനെ സ്തുതിക്കുക. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അടിയേറ്റവൻ, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഉഴവുചാല് പോലെ കീറപ്പെട്ടവൻ. കന്നത്തടി, തലയിൽ മുൾക്കിരീടം. ചരിത്രകാരന്മാർ എഴുതിയപ്പോൾ തലയിൽ വെച്ച മുൾക്കിരീടത്തെ ഒരു നല്ല ഭാരമുള്ള വസ്തു കൊണ്ട് അടിച്ചപ്പോൾ ഒരു നീളത്തിലുള്ള മുള്ള കണ്ണിനകത്തൂടെ ഇറങ്ങി വന്നിട്ട് കണ്ണിൻ്റെ കൃഷ്ണമണിയെ മുഴുവൻ
തള്ളി പുറത്തേക്കാക്കി. യെശയ്യാവ് അപ്പോഴാണെന്ന് തോന്നുന്നു എഴുതി വെച്ച്, വർഷങ്ങൾക്ക് മുൻപ് എഴുതി വെച്ചു, കണ്ടാൽ ആളല്ല എന്ന് തോന്നിക്കുമാറ്. സുഹൃത്തെ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്കൊരു സന്ദേശം പറയാനുണ്ട്. ആ സന്ദേശം എന്നാണെന്നറിയോ? നീ വിരൂപമുള്ളവനായിരുന്നു, നീ രൂപഗുണമുള്ളവനായിരുന്നു, നിനക്കൊന്നും പറയാനില്ല. നിന്നെ വല്ലതുമാക്കാൻ അവൻ്റെ തലയിൽ അടിയേറ്റത്, അവൻ്റെ കണ്ണുകൾ പുറത്തേക്ക് ചാടിയത് നിനക്ക് വേണ്ടിയാണെന്ന് ഇന്ന് രാത്രിയിൽ നീ വിശ്വസിച്ചാൽ നിന്റെ ആത്മാവ് രക്ഷപ്പെട്ടു. വേഗത്തിൽ പറഞ്ഞങ്ങ് നിർത്തുകയാണ്. യേശുക്രിസ്തുവിൻ്റെ മരണം അങ്ങനെയാണ്. മണിക്കൂറുകൾ പറയേണ്ട ഒരു കാരണം കട്ട് ഷോട്ട് ചെയ്തതാണ്. യേശുക്രിസ്തുവിൻ്റെ അടക്കോ ഭയങ്കരമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ അടക്കം ദുഷ്ടന്മാരോടുകൂടെ എന്നൊരു പദം നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. ആമേൻ. യെശയ്യാ പ്രവചനത്തിലെ ഒരു പദമാണ്. ആ ഭാഗത്തെ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. 53-ൽ 9-ാം വാക്യം വായിക്കേണ്ട പാസ്റ്റർ നമുക്ക് പറഞ്ഞു വിടാം. ദുഷ്ടന്മാരോടുകൂടെയുള്ള അടക്കം എന്താ പറയുന്നതെന്ന് കാരണം എന്നറിയോ? ദുഷ്ടന്മാരോടുകൂടിയുള്ള അടക്കം എന്ന് പറഞ്ഞാൽ ക്രൂശിൽ കിടക്കുന്നവനെ ആരും കൊണ്ടുപോകത്തില്ല. പക്ഷേ വർഷങ്ങൾക്ക് മുൻപേ വചനത്തിൽ എഴുതി വെച്ചു, അവൻ സമ്പന്നന്മാരോടുകൂടെ. അതൊക്കെ സവിസ്തരം പറയണം. ഒരു കണ്ണിനും ദയ തോന്നാതെ വിട്ടുപോകേണ്ട ഇടത്ത് സമ്പന്നനായ അരിമത്യക്കാരനായ ജോസഫ്, അവൻ്റെ പദവി ഭയങ്കരമാണ് കേട്ടോ. അവൻ ധനവാനായിരുന്നു കേട്ടോ. അവൻ അവിടുത്തെ മതത്തിലെ ഒരു പ്രധാനപ്പെട്ടവനായിരുന്നു കേട്ടോ. അവനൊരു ആത്മീകനായിരുന്നു കേട്ടോ. അവനൊരു ദൈവരാജ്യത്തെ നോക്കി പാർത്തു നിൽക്കുന്നവനായിരുന്നു കേട്ടോ. അവൻ വന്ന്, നിങ്ങൾ ആ വേദഭാഗമൊക്കെ വായിക്കുമ്പോൾ എത്ര കമാൻഡോടെ വന്നിട്ടാ ചോദിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ശരീരം വേണമെന്ന് പറയുമ്പോൾ പീലാത്തോസ് എഴുന്നേറ്റ് നിന്ന് വന്നിട്ടിട്ട് പറയുക, എടുത്തോണ്ട് പോ. അങ്ങനെ പറയണമെങ്കിൽ ഇവൻ എത്ര മഹാനാണ്. ഈ അരിമത്യക്കാരനായ ജോസഫ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിലൊരു സന്ദേശം കൈമാറാം. ഇതൊന്നും യാദൃച്ഛികമല്ല കേട്ടോ. പിതാവാം ദൈവം പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ തന്നെ സ്വർഗം ഇതെല്ലാം ഷെഡ്യൂൾ ചെയ്തു. നിർത്താം, ഇങ്ങനെ പറഞ്ഞു പോയ സമയം പോകും. അവനെ അടക്കിയത് അരിമത്യക്കാരനായ ജോസഫിൻ്റെ കല്ലറയിൽ. അവൻ്റെ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു, 3-ാം നാൾ ഈ മന്ദിരം പൊളിച്ചാൽ ഞാനത് പണിയും. ഇനി ഒരു ദൂത് ദൈവമക്കളോട് പറയാനുണ്ട്. പ്രവചനം വല്ലതും കേട്ടിട്ടുണ്ടെങ്കിൽ, ആലോചന വല്ലതും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, നീ ആലോചന കേട്ടിട്ട് നടക്കാതിരിക്കുന്നു എന്ന് കരുതി നീ ദൈവത്തെ കുറച്ച് കാണല്ലേ കേട്ടോ. അവൻ പറഞ്ഞത് അങ്ങനെ ചെയ്യും. ഓക്കെ, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റോ. എനിക്ക് പീലാത്തോസിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു വന്ന ഒരു ഭാഗം വളരെ ശ്രദ്ധേയമാണ്. അവർ വന്നിട്ട് പറഞ്ഞു, ഈ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളൊരു സത്യമുണ്ട്, 3-ാം നാൾ ഇത് പണിയും. ഒരിക്കലും സാധ്യമല്ല. ഞങ്ങൾക്ക് എല്ലാം ചെയ്യേണ്ടത് ചെയ്തു. നീ ഒരു കാര്യം ചെയ്യണം, കാവൽക്കൂട്ടത്തെ തരണം, ഇത് ഉറപ്പാക്കണം. കല്ലടച്ചു അരിമത്യക്കാരനായ ജോസഫെങ്കിലും കല്ലിൻ്റെ മേൽ മുദ്ര വെച്ചത് യഹൂദ മതത്തിൻ്റെ മുദ്രയാണ്. കാവൽക്കൂട്ടം യഹൂദ മതത്തിൻ്റെ കാവൽക്കൂട്ടമാണ്. പക്ഷെ ഒരു കാര്യം അവിടെ സംഭവിക്കുക, നിന്റെ മുദ്ര പൊട്ടിക്കാനും കാവൽ നിൽക്കുന്നവർക്ക് അന്താളിപ്പുണ്ടാക്കാനും അകത്ത് കിടക്കുന്നവൻ ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ പറയുന്നു, നീ ദൈവത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ നിന്നോടുള്ള ആലോചനയ്ക്ക് ദൈവം മാറ്റം വരത്തില്ല. പലർക്കും അന്താളിപ്പുണ്ടാക്കുന്ന രീതികൾ ദൈവ പ്രവൃത്തി വെളിപ്പെടും. ഇനി നിർത്തുകയാണ്. യേശു കരേറിപ്പോയി, ശിഷ്യന്മാർക്കൊക്കെ പ്രത്യക്ഷമായി. യേശു കരേറിപ്പോയപ്പോൾ കർത്താവ് നമ്മളോട് പറഞ്ഞൊരു ആപ്തവാക്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എനിക്കറിയാം ഇത് എവിടെ എത്തിയിട്ടില്ല, എന്തൊക്കെയോ സ്പീഡിൽ പറഞ്ഞു പോയി. പക്ഷേ കാതലായ സാധന ഞാൻ പറഞ്ഞേ. 1.5 ആഴ്ച കൊണ്ടത് പഠിക്കുക. എൻ്റെ ഗോഡ്സൺ 1.5 ആഴ്ച കൊണ്ട് പഠിച്ചത് 2.5 മണിക്കൂറത്തെ മെസ്സേജായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ നിർത്തേണ്ട ഗതികേടുണ്ടായി. നമുക്ക് അടുത്ത യോഗം നടത്താം. അന്ന് ഞാൻ എവിടെ ആയിരുന്നാലും ഇവിടെ വരും. കർത്താവ് സഹായിക്കട്ടെ. പക്ഷെ ഒരു ദൂത് പറഞ്ഞേച്ചേ പോകാൻ പറ്റൂ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ മോനെ നമുക്ക് വായിച്ചൊരു പാട്ട് പാടി ആരാധിച്ചേച്ച് പോകാം. ക്രിസ്തുവിനെ യഥാർത്ഥമായി അറിഞ്ഞ ദൈവമക്കളെ, ഇവിടം കൊണ്ട് തീരത്തില്ല നമ്മുടെ ജീവിതം. നമുക്കൊരു ഉയർപ്പുണ്ട്, നമുക്കൊരു പുനരുദ്ധാനമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യാവസ്ഥ എൻ്റെ ആത്മാവിനെ ഞാൻ സുരക്ഷിതമായി ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഈ ആയുസ്സിൽ വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഇരിപ്പിടം വിട്ട് എഴുന്നേൽക്കുമ്പോൾ ഇരിപ്പിടം വിട്ട് നേരെയുള്ള വഴിയിൽ താഴോട്ട് പോകാതെ അവിടെ തന്നെ നിന്നുകൊണ്ട് ഒന്ന് കരമടിച്ചേച്ച് ആരാധിച്ചേച്ചൊന്ന് വേഗത്തിൽ വീട്ടിൽ ചെല്ലാം. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, നമ്മുടെ പ്രത്യാശ ഈ ആയുസ്സിലല്ല.
ഉറക്കെ പറ ആമേൻ. അങ്ങ് അറ്റത്തിരിക്കുന്ന അച്ചായൻ ആമേൻ പറഞ്ഞിട്ടില്ല, ഉറക്കെ ആമേൻ പറ. നമ്മുടെ പ്രത്യാശ ഈ ആയുസ്സിലല്ല, നമ്മുടെ പ്രത്യാശ നിത്യരാജ്യമാണ്. അപ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ കാലം തികഞ്ഞു. യോഹന്നാൻ തടവിലായിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞൊരു പദമുണ്ട്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. വിശ്വസിച്ചത് അബദ്ധമായില്ല, വിശ്വസിച്ചത് നന്മയായി. എന്നെ പകയ്ക്കുന്നവർ കണ്ട്, ഇതൊന്നും നമ്മൾ പ്രവചനത്തോട് കൂട്ടിച്ചേർക്കേണ്ട, ഇതൊക്കെ അവിടുത്തെ പ്രവചന. എന്നെ പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം സ്വർഗത്തിൽ കരുതിയിട്ടുണ്ട്. ഓൾ സ്റ്റാൻഡപ്പ്. നിനക്ക് ഇവിടെ കിട്ടുന്നത് നിന്ദയും അപമാനവുമാണെങ്കിൽ ഒരു മാന്യത തരുന്ന ദൈവം ഉയരത്തിലുണ്ട്. അവൻ താമസം കൂടാതെ നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവമാണ്. കരങ്ങളൊന്നടിച്ച് കണ്ണുകളൊന്നടിച്ച് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു പോകാം. ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ ആരും പോകരുത് കേട്ടോ. ഈ രാത്രിയിൽ കരമുയർത്തിയിട്ട് പറ, ഈ ആയുസ്സിലല്ല എന്റെ പ്രത്യാശ, വരുവാനുള്ള നിത്യതയിലാണ് എന്റെ പ്രത്യാശ. കരമടിക്കാൻ പറ്റുന്നവർ ഈ താളത്തോടെ കരമടിച്ച് ആത്മാവിൽ ചേർന്ന് സഹോദരന്മാരോട് ചേർന്ന് പാടി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിക്കട്ടെ. ഒരു ശാപത്തിന്റെ ശക്തിയെ അഴിക്കുന്ന ഒരു ദൈവശക്തി ഈ രാത്രിയിൽ പന്തന്റെ കീഴെയുണ്ട്. കരമടിക്കാൻ കഴിയുന്നവർ കരമടിച്ച് അരിമനാഥനെ ശക്തിയോടെ ആരാധിക്കാം. പാടികേ, ശക്തിയോടെ പാടികേ. അധികമില്ലിനിയും നാളുകൾ ദൈവിക പവർ
എന്നുള്ളത് എനിക്ക് അത്യാവശ്യമാണ്. ഒരു മിനിറ്റ്. നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങൾ വിലയിരുത്തുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ശരീരങ്ങളിൽ പ്രശ്നമുള്ളവരാണെങ്കിൽ, രോഗം നിന്നെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, പാപത്തിൽ നിന്ന് മോചനം കിട്ടാതെ നീ വലയുന്നവനാണെങ്കിൽ, ഒരു മിനിറ്റ് നിന്റെ കൈ തന്നെ നിങ്ങളുടെ ശിരസിന്മേലൊന്ന് വെച്ചാട്ടെ. വേറെ ആരുടെയും കൈ വെക്കണ്ട. നിങ്ങളുടെ കൈ തന്നെ ശിരസിന്മേൽ വെച്ചാട്ടെ. രോഗമുള്ള ഭാഗത്ത് വെച്ചാട്ടെ. നിന്റെ മേൽ ചലിക്കുന്നൊരു ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവവചനത്തിൽ ആശ്രയിച്ച് അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യമുള്ളതിനാൽ അഭിഷേകത്തോടെ നിന്ന് അഭിഷക്തന്മാർ ഞങ്ങൾ രോഗബാധിതരായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം ഇപ്പോൾ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ. തകർന്ന അവസ്ഥകൾ മാറട്ടെ. രോഗാവസ്ഥകൾ മാറട്ടെ. ഇന്നർ ഓർഗാനിസങ്ങളിൽ ബാധിച്ചിരിക്കുന്ന സകല മാരക രോഗങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറട്ടെ. പുറത്തു വ്യാപരിക്കുന്ന രോഗശക്തികൾ മാറട്ടെ. പാപത്തിൽ നിന്നും മടങ്ങി വരാൻ കഴിയാതെ പാപത്തിന്റെ ശക്തി വലച്ചിരിക്കുന്ന കെട്ടുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പൊട്ടിപ്പോകട്ടെ. ഭൂതത്തിന്റെ മേൽ അധികാരം പ്രാപിച്ച ശക്തന്റെ സർവശക്തന്റെ നാമത്തിൽ എല്ലാ ഭൂതബന്ധനങ്ങളും രോഗശക്തികളും പാപശക്തികളും അഴിയട്ടെ. സ്വതന്ത്രമാകട്ടെ. വിടുതൽ അനുഭവിക്കട്ടെ. അനുഗ്രഹം വ്യാപരിക്കട്ടെ. സന്തോഷത്തോടെ മടങ്ങട്ടെ. ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷമാകുന്ന ദൈവരാജ്യത്തിൽ കടപ്പാൻ ഈ ജനത്തെ ഒരുക്കും. അനുഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. സമയം അനുവദിച്ച് എല്ലാവരോടും നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു മിനിറ്റ്